ഹായ് എവരിബഡി, എല്ലാവർക്കും 12ാം ക്ലാസ്സിലെ ഫിസിക്സിലെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഈ അധ്യായത്തിൽ നമ്മൾ കാണാനായിട്ട് പോകുന്നത് ഓൾട്ടർനേറ്റിംഗ് കറണ്ട്സ് ത്രൂ ഡിഫറെന്റ് സർക്യൂട്ട്സ്, അതായത് റെസിസ്റ്റർ, ഇൻഡക്ടർ, കപ്പാസിറ്റർ തുടങ്ങിയ ഓരോ സർക്യൂട്ട് എലമെന്റിൽ കൂടെയുള്ള AC കറണ്ട് സർക്യൂട്ട് അനാലിസിസ് ആണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പ്രധാനമായിട്ടും ഈ ക്ലാസ്സിൽ കാണാനായിട്ട് പോവുക. ഈ ഓൾട്ടർനേറ്റിംഗ് കറണ്ടിന്റെ ഹിസ്റ്ററിയെ കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം. ഇപ്പോൾ വില്യം സ്റ്റാൻലി എന്ന് പറയുന്ന അമേരിക്കൻ സയന്റിസ്റ്റ് ആണ് ആദ്യമായി പ്രാക്ടിക്കൽ ഡിവൈസ്, ഒരു ഫസ്റ്റ് പ്രാക്ടിക്കൽ ഡിവൈസ് ടു ട്രാൻസ്ഫർ AC പവർ നിർമ്മിച്ചത്. എന്നാൽ നമ്മൾ ഇന്ന് കാണുന്ന രീതിയിൽ AC പവർ ട്രാൻസ്മിഷൻ സിസ്റ്റം 1886 ശേഷമാണ് ഉപയോഗിക്കാനായിട്ട് തുടങ്ങിയത്. അതിന്റെ മേജർ കോൺട്രിബ്യൂഷൻസ് നൽകിയത് നിക്കോള ടെസ്ല എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനും അതുപോലെ വില്യം സീമൻസ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനും ചേർന്നിട്ടാണ് ഇന്ന് നാം കാണുന്ന തരത്തിലുള്ള AC പവർ ട്രാൻസ്മിഷൻ സിസ്റ്റം നടപ്പിലാക്കിയത്, അല്ലെങ്കിൽ അതിനുള്ള നാന്ദി കുറിച്ചത്. ഇപ്പൊ നമുക്കറിയാം, AC എന്ന് പറഞ്ഞാൽ കറണ്ട് ദാറ്റ് ചേഞ്ചസ് ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് പൊളാരിറ്റി അറ്റ് റെഗുലർ ഇന്റർവൽ ഓഫ് ടൈം. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. അതായത് AC എന്ന് പറയുന്നത് അതിന്റെ മാഗ്നിറ്റ്യൂഡും അതുപോലെ ഡയറക്ഷനും ഒരു റെഗുലർ ഇന്റർവെല്ലിൽ ചേഞ്ച് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പൊ അതിന്റെ AC-യുടെ EMF-ന്റെ ഇൻസ്റ്റന്റേനിയസ് ഇക്വേഷൻ നാം AC ജനറേറ്റർ പഠിച്ചപ്പോൾ നമുക്ക് കാണുകയുണ്ടായി. ഓൾട്ടർനേറ്റിംഗ് EMF എന്ന് പറയുന്നത്, ഓൾട്ടർനേറ്റിംഗ് EMF is that EMF which continuously changes in magnitude periodically and reverses its direction. ആ താഴെ കാണുന്ന ഫിഗർ നോക്കുക, ആ ഗ്രാഫ് ശ്രദ്ധിക്കുക. അപ്പൊ ആ ഗ്രാഫില് ടൈം വേരിയിങ് ആയിട്ട് ഒരു ഗ്രാഫിൽ തന്നെ EMF-ഉം കറണ്ടും പ്ലോട്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ ആ നീല മാർക്കിംഗ് എന്ന് പറയുന്നത് EMF-ന്റെ വേരിയേഷൻ ആണ്, സൈനസോയിഡലായിട്ട് വേരി ചെയ്യുന്നതാണ്. ആ ഗ്രീൻ ഗ്രാഫ് എന്ന് പറയുന്നത് കറണ്ട്, ഓൾട്ടർനേറ്റിംഗ് കറണ്ടിന്റെ വേരിയേഷനെ കാണിക്കുന്നതാണ്. ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറഞ്ഞാലും ഇതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് അതിന്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഒരു നിശ്ചിത ഇടവേളയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഇക്വേഷൻ നമ്മൾ കണ്ടായിരുന്നു. ഇൻസ്റ്റന്റേനിയസ് EMF-ന്റെ ഇക്വേഷൻ ET, ദാറ്റ് മീൻസ് ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഈസ് ഈക്വൽ ടു E0 sin omega t എന്ന് പറയുന്നതാണ് ഓൾട്ടർനേറ്റിംഗ് EMF-ന്റെ ഇക്വേഷൻ. അപ്പൊ അത് E0 എന്ന് പറയുന്നത് മാക്സിമം വാല്യൂ ആണ്. അപ്പൊ ആ ഗ്രാഫിൽ നമുക്ക് E0 മാർക്ക് ചെയ്തിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. അപ്പൊ E0 എന്ന് പറയുന്നത് മാക്സിമം വാല്യൂ ഓഫ് EMF ആണ്, അല്ലെങ്കിൽ പീക്ക് വാല്യൂ എന്ന് നമ്മൾ വിളിക്കും. അതായത് ഒരു കോയിൽ സ്റ്റാർട്ടിംഗ് ടൈമിൽ അതിൽ EMF ഇല്ല. T=0-യിൽ ആർമേച്ചർ കോയിൽ തിരിയാനായിട്ട് തുടങ്ങുന്ന സമയത്ത് EMF അതിൽ ഇൻഡ്യൂസ് ചെയ്തിട്ടില്ല. അതൊരു π/2 അല്ലെങ്കിൽ 90 ഡിഗ്രി തിരിഞ്ഞു കഴിഞ്ഞപ്പോൾ, അതായത് ഒരു പീരീഡ് തന്നെ 4/1 സമയം കൊണ്ട് അതിൽ മാക്സിമം EMF ഇൻഡ്യൂസ് ചെയ്യും, അല്ലെങ്കിൽ പീക്ക് വാല്യൂ ഓഫ് EMF ആണ് അതിൽ ഇൻഡ്യൂസ് ചെയ്യപ്പെടുക. വീണ്ടും അത് 180 ഡിഗ്രി തിരിയുമ്പോൾ, അല്ലെങ്കിൽ π റേഡിയൻ തിരിഞ്ഞു കഴിയുമ്പോൾ വീണ്ടും അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് മാക്സിമത്തിൽ നിന്നും 0 ആകുന്നു. അടുത്ത 3π/2 റേഡിയൻ തിരിഞ്ഞു കഴിഞ്ഞപ്പോൾ അത് മൈനസ് വാല്യൂയിലേക്ക് പോകുന്നു, നെഗറ്റീവ് മാക്സിമത്തിലേക്ക് പോകുന്നു, -E0 എന്ന് പറയുന്ന വാല്യൂയിലേക്ക് അത് പോകുന്നു. 360 ഡിഗ്രി അല്ലെങ്കിൽ 2π റേഡിയൻ പൂർത്തിയാകുമ്പോഴാണ് റൊട്ടേഷൻ പൂർത്തിയാകുന്നത്. റൊട്ടേഷൻ പൂർത്തിയാകുമ്പോൾ വീണ്ടും അതിന്റെ EMF എന്ന് പറയുന്നത് 0 വരികയും ചെയ്യുന്നു. അതായത് സൈനസോയിഡലായിട്ടുള്ള വേരിയേഷൻ ആയിട്ട് നമുക്ക് EMF-നെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. അതല്ലെങ്കിൽ കൊസൈൻ കർവ് പോലെ തന്നെ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഇപ്പൊ സൈൻ വേരിയേഷനും കൊസൈൻ വേരിയേഷനും ഒരു പീരിയോഡിക് വേരിയേഷൻ ആണ്, പീരിയോഡിക് ആയിട്ട് വേരി ചെയ്യുന്നത്. അപ്പൊ അത് ഒന്നെങ്കിൽ കൊസൈൻ കർവ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ സൈൻ കർവ് ഉപയോഗിച്ചോ നമുക്ക് EMF-നെയും കറണ്ടിനെയും റെപ്രസെന്റ് ചെയ്യാം. ഇപ്പൊ ഇവിടെ ഒരു പ്യുവർ റെസിസ്റ്ററിലൂടെ ആണെങ്കിൽ നമ്മൾ ആ ഫിഗറിനകത്ത് നമ്മൾ കാണുന്നു EMF മാക്സിമം വരുമ്പോഴാണ് കറണ്ടും മാക്സിമം വരുന്നത്. മാക്സിമം കറണ്ടിനെ നമ്മൾ I0 എന്ന് പറഞ്ഞു വിളിക്കുന്നു. അപ്പൊ EMF-ഉം കറണ്ടും ഒരേപോലെ തന്നെ മാക്സിമത്തിൽ വരുന്നു, 0 വരുന്നു, നെഗറ്റീവിലേക്ക് പോകുന്നു, വീണ്ടും അതേപോലെ തന്നെ, അതായത് സെയിം പേസിലാണ്. ദർ ഇസ് നോ പേസ് ഡിഫറൻസ് എന്നുള്ളതാണ്. അപ്പൊ ഇക്വേഷനകത്തെ ടൈമുകൾ എന്ന് പറയുന്നത് E0 I0 എന്ന് പറയുന്നത് പീക്ക് വാല്യൂ ഓഫ് ഓൾ ടൈം കറണ്ടുമാണ്. E0 എന്ന് പറയുന്നത് മാക്സിമം വാല്യൂ അല്ലെങ്കിൽ പീക്ക് വാല്യൂ നമ്മൾ EMF-ന്റെ. അതുപോലെ I0 എന്ന് പറഞ്ഞാൽ മാക്സിമം വാല്യൂ ഓഫ് കറണ്ട്. ഒമേഗ എന്ന് പറയുന്നത് ആംഗുലർ ഫ്രീക്വൻസിയാണ്, ഏത് ഫ്രീക്വൻസിയിലാണോ അതിന്റെ ആർമേച്ചർ കോയിൽ തിരിയുന്നത്. ഒമേഗ T എന്ന് പറയുന്നതാണ് പേസ് ഫാക്ടർ. T ഏത് സമയത്താണ് നമ്മൾ അളക്കുന്നത് ആ സമയത്താണ് നമ്മൾ ഇൻസ്റ്റന്റേനിയസ് ടൈമാണ് T ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. അപ്പോൾ EMF എന്ന് പറയുന്നത് ഇതേപോലെ വേരി ചെയ്യുമ്പോൾ നെഗറ്റീവ് വാല്യൂവും വരുന്നുണ്ട്, പോസിറ്റീവ് വാല്യൂവും വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ആവറേജ് അല്ലെങ്കിൽ മീൻ വാല്യൂ ഓഫ് ഓൾട്ടർനേറ്റിംഗ് കറണ്ടോ വോൾട്ടേജോ, മീൻ വാല്യൂ എന്ന് പറഞ്ഞാൽ
നമുക്കൊരു സൈക്കിളിലെ പൂർണ്ണമായിട്ടുള്ള മീൻ വാല്യൂ നമുക്ക് എടുക്കാനായിട്ട് സാധ്യമല്ല. കാരണം ഒരു സൈക്കിളിൽ പോസിറ്റീവ് ഉണ്ട്, വീണ്ടും അത് പൈ റേഡിയൻ കഴിഞ്ഞു കഴിയുമ്പോൾ വീണ്ടും അത് നെഗറ്റീവിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഒരു സൈക്കിളിൽ നമ്മൾ ഇതിന്റെ മീൻ വാല്യൂ എടുക്കുമ്പോൾ അതിന്റെ മീൻ എടുക്കുന്നത് വാല്യൂ 0 ആയിട്ട് പോകുന്നു. അപ്പോൾ നമ്മൾ മീൻ എടുക്കുന്ന നമുക്കറിയാം, വാല്യൂസ് എല്ലാം കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ട് നമ്മൾ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ ആവറേജ് അല്ലെങ്കിൽ മീൻ കണ്ടുപിടിക്കുന്നത്. ഇപ്പം ഇവിടെ ഓരോ സമയത്തുമുള്ള കറണ്ടുകൾ നമ്മൾ സം ചെയ്യുന്നു. അപ്പോൾ പോസിറ്റീവ് കറണ്ടും നെഗറ്റീവ് കറണ്ടും നമ്മൾ സം ചെയ്യുമ്പോഴത്തേനും വാല്യൂ 0 ആയിട്ട് പോകും. അതുകൊണ്ട് മീൻ വാല്യൂ നമുക്ക് ഇവിടെ AC-യുടെ കേസിൽ മീൻ വാല്യൂ എടുക്കാനായിട്ട് നമുക്ക് നിർവാഹമില്ല. കാരണം മീൻ വാല്യൂ എടുത്താൽ അത് പോസിറ്റീവും നെഗറ്റീവും വരുന്നത് കൊണ്ട് ഒരു സൈക്കിളിലെ ആവറേജ് വാല്യൂ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ വാല്യൂ 0-യിലേക്ക് പോകുള്ളൂ. എന്നാൽ നമുക്ക് ഒരു ഹാഫ് സൈക്കിളിലെ ആവറേജ് വാല്യൂ എടുക്കാം. അത് പോസിറ്റീവ് ഹാഫ് സൈക്കിളിലോ നെഗറ്റീവ് ഹാഫ് സൈക്കിളോ ആയിക്കോട്ടെ, ആ പോസിറ്റീവ് ഹാഫ് സൈക്കിളിലോ നെഗറ്റീവ് ഹാഫ് സൈക്കിളിലോ ആവറേജ് അല്ലെങ്കിൽ മീൻ വാല്യൂ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ആവറേജ് കറണ്ട് ഇനി ഹാഫ് സൈക്കിൾ എന്ന് പറയുന്നത് ആവറേജ് ഓർ മീൻ വാല്യൂ ഓഫ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഓവർ എ ഹാഫ് സൈക്കിൾ is that steady current which will send the same amount of charge in a circuit in the time of half cycle as is sent by the given alternating current in the same circuit in the same time. അതായത് ഒരു ഹാഫ് സൈക്കിൾ സമയത്തേക്ക് T/2 സമയത്ത് പീരീഡ് T ആണെങ്കിൽ T/2 സെക്കൻഡ് സമയത്തേക്ക് ഒരു DC അതിലേക്ക് കടത്തി വിട്ടു കഴിഞ്ഞാൽ അത് എന്തുമാത്രം ചാർജിനെ അതിലേക്ക് കടത്തി വിടുന്നു, AC-ക്ക് സമാനമായിട്ടുള്ള ചാർജിനെയാണ് കടത്തി വിടുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ ആവറേജ് അല്ലെങ്കിൽ മീൻ കറണ്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ DQ എന്ന് പറയുന്നത് നമുക്കറിയാം I/dt ആണ്. DQ/dt എന്ന് പറഞ്ഞാൽ I ആയതുകൊണ്ട് DQ എന്ന് പറയുന്നത് സ്മോൾ ചാർജ്, ഇൻസ്റ്റന്റേനിയസ് ചാർജ് ആണ്, I/dt. ഇപ്പോൾ നമുക്ക് ഇവിടെ AC കറണ്ട് അതിന്റെ ഇൻസ്റ്റന്റേനിയസ് വാല്യൂ എന്ന് പറയുന്നത് I0 sin ωt ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് DQ I0 sin ωt dt എന്ന് എഴുതാം. അപ്പോൾ ടോട്ടൽ ചാർജ് ഒരു ഹാഫ് സൈക്കിളിലെ ടോട്ടൽ ചാർജ് കണ്ടുപിടിക്കണമെങ്കിൽ DQ എല്ലാം കൂടെ ആഡ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുക. ഇന്റഗ്രൽ ഫ്രം 0 to T/2 പകുതി എടുക്കുന്നുള്ളൂ ഒരു ഹാഫ് സൈക്കിളിൽ. പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ നമ്മൾ എടുക്കുന്നുള്ളൂ അല്ലെങ്കിൽ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ നമ്മൾ എടുക്കുന്നുള്ളൂ. ഇന്റഗ്രൽ ഫ്രം 0 to T/2 I0 sin ωt എന്ന് നമുക്ക് എഴുതാം. ഇത് ഇന്റഗ്രേറ്റ് നമ്മൾ ചെയ്താൽ I0 എന്ന് പറയുന്ന മാക്സിമം വാല്യൂ പീക്ക് വാല്യൂ ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പൊ അത് 2I0/ω എന്ന് നമുക്ക് എഴുതാം, Q എന്ന് പറയുന്നത്. അതായത് ഹാഫ് പീരീഡില് ഹാഫ് സൈക്കിളിലെ ചാർജ് ടോട്ടൽ ചാർജാണ്. ഹാഫ് സൈക്കിളിലെ ടോട്ടൽ ചാർജാണ് 2I0/ω എന്ന് പറയുന്നത്. ആ വാല്യൂ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. അപ്പോൾ അതിൽ ഒമേഗ എന്ന് പറയുന്നത് നമുക്കറിയാം, ഒമേഗയുടെ വാല്യൂ എന്ന് പറയുന്നത് 2π/T. അപ്പോൾ ഒമേഗയുടെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് അവിടെ കിട്ടുന്നു 2I0T/2π എന്ന് നമുക്ക് കിട്ടുന്നു. ഒമേഗയുടെ വാല്യൂ 2π/T അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതാണ്. അപ്പോൾ ആ വാല്യൂ എന്ന് പറയുന്നത് 2 ക്യാൻസൽ ചെയ്ത് പോയിട്ട് I0T/π എന്ന് നമുക്ക് കിട്ടുന്നു. അപ്പൊ അതാണ് ചാർജ് എന്ന് പറയുന്നത്, ടോട്ടൽ ചാർജ് ത്രൂ എൻ ഹാഫ് സൈക്കിൾ. ഒരു ഹാഫ് സൈക്കിളിലെ ടോട്ടൽ ചാർജ്. ഇപ്പൊ മീൻ വാല്യൂ ഓഫ് AC I ആവറേജ് അല്ലെങ്കിൽ IM എന്ന് പറയുന്ന മീൻ വാല്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ചാർജിനെ, ടോട്ടൽ ചാർജിനെ അത്രയും സമയം കൊണ്ട്, സമയം എന്ന് പറയുന്നത് നമ്മൾ പീരീഡിന്റെ പകുതിയാണ്, T/2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ Q/T/2 എന്ന് പറഞ്ഞാൽ ആ ഒരു ഹാഫ് സൈക്കിളിലെ എന്ത് കിട്ടും? ആവറേജ് കറണ്ട് കിട്ടും. പൈ മീൻ അല്ലെങ്കിൽ I ആവറേജ് എന്ന് പറയുന്നത് Q-നെ T/2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ നമുക്ക് കിട്ടിയ Q-നെ T/2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2I0/π എന്ന് നമുക്ക് കിട്ടും. അപ്പൊ അതാണ് ഒരു ഹാഫ് സൈക്കിളിലെ AC-യുടെ ആവറേജ് വാല്യൂ എന്ന് പറയുന്നത്. ഇപ്പൊ ഇത് പോസിറ്റീവ് ആണ്, ഒന്നെങ്കിൽ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആണ് അല്ലെങ്കിൽ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആണ്. അതുകൊണ്ട് ഇതിന്റെ മീൻ വാല്യൂ അല്ലെങ്കിൽ ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് 0 ആയി പോകുന്നില്ല. പോസിറ്റീവ് വാല്യൂ നെഗറ്റീവ് വാല്യൂ ആയിട്ട് അവശേഷിക്കും. അതായത് ഇതിന്റെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 2π/യുടെ വാല്യൂ എന്ന് പറയുന്നത് 0.637 ആണ്. എന്ന് പറഞ്ഞാൽ 0.637 I0 പീക്ക് കറണ്ടിന്റെ 63.7% ആയിരിക്കും ആവറേജ് കറണ്ടിന്റെ ഹാഫ് സൈക്കിൾ. ഇപ്പൊ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആണെങ്കിൽ വാല്യൂ പോസിറ്റീവ് വരുന്നു, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആണെങ്കിൽ വാല്യൂ നെഗറ്റീവ് വരും എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. ഇതുപോലെ തന്നെ നമുക്ക് ആവറേജും അല്ലെങ്കിൽ മീൻ വാല്യൂ ഓഫ് EMF-ഉം നമുക്ക് എടുക്കാം. സെയിം രീതി തന്നെ അഡോപ്റ്റ് ചെയ്താൽ മതി. അപ്പൊ അത് 2E0/π എന്ന് എഴുതാം, അല്ലെങ്കിൽ 0.637 E0 എന്ന് എഴുതാനായിട്ട് സാധിക്കും. അതായത് മാക്സിമം പീക്ക് EMF-ന്റെ 63.7% ആയിരിക്കും ആവറേജ് അല്ലെങ്കിൽ മീൻ EMF-ഉം കറണ്ടും എന്ന് പറയുന്നത്. അതായത് ആവറേജ് ഓർ മീൻ വാല്യൂ ഓഫ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഓർ EMF ഈസ് 0 ഓവർ എ എൻറ്റയർ സൈക്കിൾ. ഒരു ഫുൾ സൈക്കിൾ നമ്മൾ എടുത്താൽ അത് 0 ആയിരിക്കും. കാരണം പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഇതിന്റെ വാല്യൂ +0.637 I0 ആയിരിക്കും, നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ -0.637 I0 ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു ഫുൾ സൈക്കിളിലെ നമ്മൾ വാല്യൂ എടുത്തു കഴിഞ്ഞാൽ
ആ വാല്യൂ എന്ന് പറയുന്നത് 0 ആയി പോവുകയും ചെയ്യും. അപ്പോൾ 0 എന്ന് പറഞ്ഞാൽ അത് കറണ്ട് കടന്നു പോകുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് മീനിങ്ലെസ് ആയിട്ട് വരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ കേസിൽ AC-യുടെ കേസിൽ നമുക്ക് ഒരു ഫുൾ സൈക്കിളിലെ മീൻ വാല്യൂ നമുക്ക് എടുക്കാൻ നിർവാഹമില്ല എന്ന് ഞാൻ സൂചിപ്പിച്ചു. അതുകൊണ്ട് തന്നെ നമുക്ക് മീൻ വാല്യൂ എടുക്കാൻ നിർവാഹമില്ലാത്തടത്ത് നമ്മൾ ചെയ്യുന്നത് നേരത്തെ നിങ്ങൾ ഫസ്റ്റ് ഇയറിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ ആണ് നമ്മൾ എടുക്കുന്നത്. ഇപ്പോൾ കൈനറ്റിക് തിയറിക്കകത്തൊക്കെ ആണെങ്കിലും മോളിക്യൂൾസിന്റെ വെലോസിറ്റി റാൻഡം ഡയറക്ഷനിലാണ്. അപ്പോൾ അങ്ങനെ റാൻഡം ഡയറക്ഷനുള്ള കേസിൽ ആവറേജ് വെലോസിറ്റി നമുക്ക് എടുക്കാൻ നിർവാഹമില്ലാത്തത് കൊണ്ട് നമ്മൾ റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ ആണ് എടുത്തിരുന്നത്. ഇവിടെയും അതുപോലെ തന്നെയാണ്. നമ്മൾ കറണ്ടിന്റെ കേസിൽ റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ ആണ് RMS വാല്യൂ അല്ലെങ്കിൽ വെർച്വൽ വാല്യൂ അല്ലെങ്കിൽ ഇഫക്റ്റീവ് വാല്യൂ എന്നൊക്കെ നമ്മൾ അതിനെ വിളിക്കും. അപ്പോൾ ഈ ഇഫക്റ്റീവ് വാല്യൂ അല്ലെങ്കിൽ വെർച്വൽ വാല്യൂ ഓഫ് കറണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ ഓഫ് ആൾട്ടർനേറ്റിംഗ് കറണ്ട് ഈസ് ദാറ്റ് സ്റ്റഡി കറണ്ട് വിച്ച് വുഡ് പ്രൊഡ്യൂസ് ദ സെയിം heating effect in a given resistance in a given time as is produced by the given alternating current in the same resistance in the same time. അതിനെയാണ് നമ്മൾ RMS കറണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു റെസിസ്റ്ററിലൂടെ DC കറണ്ട് കടത്തി വിടുക. ഇപ്പോൾ ഒരു റെസിസ്റ്ററിലൂടെ നമ്മൾ DC കറണ്ട് കടത്തി വിട്ടു കഴിഞ്ഞാൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും നമുക്കറിയാം. ജൂൾസ് ലോ അനുസരിച്ച് I²RT എന്ന് പറഞ്ഞാൽ ഹീറ്റ് ഉണ്ടാവും. ഒരു നിശ്ചിത സമയത്തേക്ക് കടത്തി വിടുക. അപ്പൊ അത് ഉണ്ടാക്കുന്ന ഹീറ്റിംഗ് എഫക്റ്റ് എന്ന് പറയുന്നത് അതേ റെസിസ്റ്ററിലൂടെ അതേ സമയത്തേക്ക് തുല്യ സമയത്തേക്ക് നമ്മൾ AC കടത്തി വിട്ടാൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റിംഗ് എഫക്റ്റും DC പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റിംഗ് എഫക്റ്റും സെയിം ആണെങ്കിൽ ആ DC കറണ്ടിനെയാണ് നമ്മൾ AC-ക്ക് ഇക്വലന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇഫക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ RMS കറണ്ട് എന്ന് വിളിക്കുന്നത്. അതായത് ദാറ്റ് ഡയറക്റ്റ് കറണ്ട് വിച്ച് പ്രൊഡ്യൂസസ് ദ സെയിം ഹീറ്റിംഗ് എഫക്ട് ആസ് ദാറ്റ് ഓഫ് AC which when passed through the same resistance for same interval of time. അതിനെയാണ് നമ്മൾ RMS കറണ്ട് അല്ലെങ്കിൽ വെർച്വൽ വാല്യൂ ഓഫ് കറണ്ട് എന്ന് വിളിക്കുന്നതെന്ന് ചുരുക്കം. അപ്പൊ അതങ്ങനെ നമ്മൾ RMS കറണ്ട് കണ്ടുപിടിക്കാമെന്ന് നോക്കാം. ഇപ്പോൾ ഒരു DH എന്ന് പറയുന്നത് ചെറിയ ഒരു ഹീറ്റാണ്, സ്മോൾ ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഫോർ എ സ്മോൾ ടൈം DT. ഒരു DT എന്ന് പറയുന്നത് ഇൻഫിനിറ്റ്ലി സ്മോൾ ടൈമിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റാണ് DH ആയിട്ട് നമ്മൾ എടുത്തിരിക്കുക. അപ്പൊ ജൂൾസ് ലോ അനുസരിച്ച് DH എന്ന് പറയുന്നത് I²R dt എന്ന് നമുക്ക് എഴുതാം. I²R into dt, where dt is a small time and DH is a heat produced during the infinitely small time. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഐയുടെ വാല്യൂ എന്ന് പറയുന്നത് I0 sin omega t ആണ് ഐയുടെ വാല്യൂ എന്ന് പറയുന്നത്. അത് നമ്മൾ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് I0 sin omega t whole square into R dt എന്ന് എഴുതാം. അതായത് I0² R sin² omega t dt എന്ന് എഴുതാം എന്ന് ചുരുക്കം. അപ്പോൾ ടോട്ടൽ ഹീറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ സാധാരണ ചെയ്യുന്നത് തന്നെ ഒരു സൈക്കിളിലെ ടോട്ടൽ ഹീറ്റ് സം ചെയ്തേക്കുക അല്ലെങ്കിൽ ഇന്റഗ്രേറ്റ് ചെയ്തേക്കുക. ഇന്റഗ്രൽ ഫ്രം 0 to t I0² R sin² omega t dt എന്ന് പറയുന്നത്. അപ്പൊ അത് ഇന്റഗ്രേറ്റ് ചെയ്താൽ വാല്യൂ എന്ന് പറയുന്നത് H = I0² RT/2 എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടും. അതായത് ഇന്റഗ്രൽ ഫ്രം 0 to t sin² omega t യുടെ ഒരു മീൻ വാല്യൂ എടുത്താൽ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഹാഫ് ആണ്. അപ്പോൾ ആഫ്റ്റർ ഇന്റഗ്രേഷൻ ഒമേഗ is replaced by 2π/t. അപ്പോൾ ഇന്റഗ്രേഷൻ ഇപ്പോൾ ഒമേഗയുടെ വാല്യൂ നമ്മൾ 2π/t എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇക്വേഷൻ കിട്ടുന്നത് H = I0² RT/2 എന്ന് പറയുന്നത്. If IV is the virtual value of AC, then H = IV² RT ആയിരിക്കണം. വെർച്വൽ വാല്യൂ അല്ലെങ്കിൽ RMS value. Therefore, IV is equal to IRMS or I effective. That will be equal to എങ്ങനെ എഴുതാനായിട്ട് സാധിക്കും? I0/√2 എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. I0/√2. ഇപ്പൊ IVയുടെ സ്ഥാനത്ത് IB² എന്ന് പറയുന്നത് I0²/2 ആയിരിക്കണം. ഇപ്പോൾ സ്ക്വയർ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ IV എന്ന് പറയുന്നത് I0/√2 ആയിരിക്കണം എന്ന് ചുരുക്കം. ആ രണ്ട് ഇക്വേഷൻസ് കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് IV എന്ന് പറയുന്നത് I0/√2 എന്ന് നമുക്ക് എഴുതാം. അതായത് 0.707 I0 എന്ന് പറഞ്ഞാൽ 70.7% മാക്സിമം കറണ്ട് പീക്ക് കറണ്ട് ആയിരിക്കും ഇതിന്റെ RMS വാല്യൂ എന്ന് പറയുന്നത്. ഹാഫ് അല്ല, 70.7% കറണ്ട് ആണ് പീക്ക് കറണ്ടിന്റെ വാല്യൂവിനാണ് നമ്മൾ RMS കറണ്ട് അല്ലെങ്കിൽ വെർച്വൽ കറണ്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ റൂട്ട് മീൻ സ്ക്വയർ വെർച്വൽ ഇഫക്റ്റീവ് വാല്യൂ ഓഫ് ഓൾട്ടർനേറ്റിംഗ് EMF-ഉം ഇതുപോലെ തന്നെ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഈ RMS or E effective or E virtual will be equal to E0/√2. ആ ഇക്വേഷൻ ഓർത്തിരിക്കുക. IRMS is equal to I0/√2 എന്ന് പറയുന്നതും അതുപോലെ ERMS is equal to E0/√2 എന്ന് പറയുന്ന ഇക്വേഷൻസും ഓർത്തിരിക്കുക. അതറിയാമെങ്കിൽ നമുക്ക് പീക്ക് വാല്യൂ തന്നാൽ RMS വാല്യൂ അല്ലെങ്കിൽ തിരിച്ചോ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും.
അപ്പോൾ അതാണ് വെർച്വൽ വാല്യൂ അല്ലെങ്കിൽ RMS വാല്യൂവും പീക്ക് വാല്യൂവിനെ തമ്മിൽ കണക്ട് ചെയ്തിട്ടുള്ള രണ്ട് ഇക്വേഷൻസ് ആണ്. IRMS = I0/√2, അതുപോലെ ERMS = E0/√2. ആ രണ്ട് ഇക്വേഷൻസ് ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം. റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ ഓഫ് alternating current or EMF can be calculated over any period of cycle since it is based on the heat energy produced. ഏത് സൈക്കിളിൽ വേണമെങ്കിലും നമുക്കത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഹാഫ് സൈക്കിളിലോ ഫുൾ സൈക്കിളിലോ ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. കാരണം ഹീറ്റ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ കറണ്ട് ആണ്. അപ്പോൾ നെഗറ്റീവ് വാല്യൂ പോയാലും കുഴപ്പമില്ല, നെഗറ്റീവിന്റെ സ്ക്വയർ വരുമ്പോൾ അത് പോസിറ്റീവ് ആകുന്നു എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് ഏത് പീരീഡിൽ വേണമെങ്കിലും ഈ പറഞ്ഞത് RMS വാല്യൂ കണ്ടുപിടിക്കാം ആയിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. റിലേറ്റീവ് വാല്യൂസ് ഓഫ് പീക്ക്, വെർച്വൽ ആൻഡ് മീൻ വാല്യൂ ഓഫ് ഓൾട്ടർനേറ്റിംഗ് EMF എന്ന് പറയുന്ന ഇക്വേഷൻ ഒന്നുകൂടെ കാണിച്ചിരിക്കുന്നു. EM ആവറേജ് അതായത് ആവറേജ് കറണ്ട് ആണ് 0.637 E0. ഒരു ഹാഫ് സൈക്കിളിലാണെന്ന് ഓർക്കണം. അതുപോലെ RMS വാല്യൂ EV = 0.707 E0. അതായത് മാക്സിമം വാല്യൂവിന്റെ 70.7% അതിന്റെ RMS വാല്യൂ എന്നും മനസ്സിലാക്കിയിരിക്കുക. ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ. The given value of alternating EMF and current are virtual values unless otherwise specified. എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്കൊരു വോൾട്ടേജ് തന്നിരിക്കുന്നത് AC വോൾട്ടേജ് 230 വോൾട്ട് AC വോൾട്ടേജ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് RMS വാല്യൂ ആണ്. പീക്ക് വാല്യൂ ആണെങ്കിൽ ആ പീക്ക് വാല്യൂ എന്ന് എടുത്തു പറയും. ഇപ്പൊ നമ്മൾ പ്രോബ്ലത്തിനകത്തൊക്കെ നമുക്ക് വാല്യൂസ് തന്നിട്ടുണ്ടെങ്കിൽ 230 വോൾട്ട് അല്ലെങ്കിൽ 250 വോൾട്ട് AC എന്ന് പറഞ്ഞാൽ അത് RMS വാല്യൂ ആണ് എന്ന് മനസ്സിലാക്കണം. അതായത് ഒരു AC അമ്മീറ്ററോ AC വോൾട്ട് മീറ്ററോ ഒക്കെ മെഷർ ചെയ്യുന്ന വാല്യൂ എന്ന് പറയുന്നത് RMS വാല്യൂ ആണെന്ന് ചുരുക്കം. AC അമ്മീറ്റർ or AC voltmeter reads RMS value of alternating current and voltage respectively. They are called hot wire meters. എന്ന് പറഞ്ഞാൽ അതിലുണ്ടാകുന്ന ഹീറ്റിന്റെ പ്രൊപ്പോർഷണൽ ആയിട്ടാണ് അതിനകത്ത് നീഡിലിന്റെ ഡിഫ്ലക്ഷൻ ഉണ്ടാകുന്നത്. അതായത് ഡിഫ്ലക്ഷൻ പ്രൊഡ്യൂസ്ഡ് ഇൻ ദ AC meter or voltmeter will be directly proportional to square of the current ആണ്. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറണ്ട് അല്ല. കറണ്ട് ആയിരുന്നെങ്കിൽ പോസിറ്റീവ് നെഗറ്റീവ് വരുമ്പോൾ ഡിഫ്ലക്ഷൻ ക്യാൻസൽ ചെയ്ത് പോകുമായിരുന്നു. എന്നാൽ DC കറണ്ടിനകത്താണെങ്കിൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ DC വോൾട്ട്മീറ്ററിലാണെങ്കിൽ ഡിഫ്ലക്ഷൻ പ്രൊഡ്യൂസ്ഡ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ കറണ്ടാണ്. കറണ്ടിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. അതാണ് AC മെഷറിംഗ് ഡിവൈസും DC മെഷറിംഗ് ഡിവൈസും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത്. സ്കെയിൽ ഓഫ് DC മീറ്റേഴ്സ് ഇസ് ലീനിയർലി ഗ്രാജുവേറ്റഡ് whereas the scale of AC meter is not evenly graduated because the heat produced is directly proportional to square of the current. കറണ്ടിന്റെ സ്ക്വയറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിട്ടാണ്. അങ്ങനെയാണ് അത് ഗ്രാജുവേറ്റ് ചെയ്തിരിക്കുന്നത് ഈ പറഞ്ഞ AC വോൾട്ട് മീറ്ററിൽ. അതാണ് AC വോൾട്ട് മീറ്ററും DC വോൾട്ട് മീറ്ററും DC മെഷറിംഗ് ഡിവൈസും AC മെഷറിംഗ് ഡിവൈസും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ AC എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ സ്ക്വയർ ഓഫ് ദി കറണ്ട് ആണ്. DC മെഷറിംഗ് ഡിവൈസ് എന്ന് പറയുന്നത് ഡിഫ്ലക്ഷൻ പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറണ്ട് ആണ്. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ കറണ്ട്, അതാണ് വ്യത്യാസം എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഓരോ സർക്യൂട്ട് എലമെന്റിലേക്കും പ്രവേശിക്കുകയാണ്. AC ത്രൂ ഡിഫറെന്റ് സർക്യൂട്ട്സ്. അപ്പൊ അതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളതാണ് നമ്മൾ ആദ്യം എടുക്കുന്നത് AC ത്രൂ പ്യുവർ റെസിസ്റ്റർ. ഒരു റെസിസ്റ്റർ, അപ്പൊ അതിന് വേറെ ഇൻഡക്ടൻസ് വാല്യൂ ഇല്ല, കപ്പാസിറ്റൻസ് വാല്യൂ ഒന്നുമില്ല, ഒരു പ്യുവർ റെസിസ്റ്റർ മാത്രമാണ്. ഓംസ് ലോ അനുസരിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഓമിക് ആയിട്ടുള്ള റെസിസ്റ്റർ ആണ്. ഓംസ് ലോ അനുസരിച്ചിട്ട് ഉള്ള റെസിസ്റ്റൻസ് മാത്രം കാണിക്കുന്ന ഒരു ഡിവൈസ്. അപ്പൊ അതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു സർക്യൂട്ട് എന്ന് പറയുന്നത്. ഇവിടെ ഫിഗറിൽ കൊടുത്തിരിക്കുന്ന റെസിസ്റ്റർ R എന്ന് പറയുന്ന റെസിസ്റ്റൻസ് വാല്യൂ ഉള്ള റെസിസ്റ്റർ ക്രോസ് ആയിട്ടൊരു EMF അപ്ലൈ ചെയ്തിരിക്കുന്നു. AC ഇൻസ്റ്റന്റേനിയസ് വാല്യൂ എന്ന് പറയുന്നത് E0 sin ωt ആണ്. ഇപ്പൊ ACയുടെ സിമ്പിൾ അവിടെ ശ്രദ്ധിക്കുക. ആ സിമ്പിൾ എന്ന് പറഞ്ഞാൽ അത് AC ആണെന്ന് മനസ്സിലാക്കണം. ആ കാണിച്ചിരിക്കുന്ന പോലെ, ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ. E0 sin ωt എന്ന് പറയുന്ന ഇൻസ്റ്റന്റേനിയസ് EMF R എന്ന് പറയുന്ന റെസിസ്റ്ററിനെ ക്രോസ് ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നു. ഇപ്പൊ ഇവിടെ ഇൻസ്റ്റന്റേനിയസ് EMF എന്ന് പറയുന്നത് E0 sin ωt ആണ്. ഇപ്പൊ ഇൻസ്റ്റന്റേനിയസ് കറണ്ട് എന്ന് പറഞ്ഞാൽ E/R. ഇപ്പൊ ഈയുടെ വാല്യൂ എന്ന് പറയുന്നത് E0 sin ωt. E0 sin ωt/R എന്ന് പറയുന്നതാണ് അപ്പോൾ ഇൻസ്റ്റന്റേനിയസ് കറണ്ട് എന്ന് പറയുന്നത്. അതായത് E0/R × sin ωt. അതിൽ നമ്മൾ E0 എന്ന് പറയുന്നത് പീക്ക് വാല്യൂ ഓഫ് EMF ആണ്. R എന്ന് പറഞ്ഞാൽ ആ റെസിസ്റ്ററിന്റെ ഓമിക് റെസിസ്റ്റൻസ് വാല്യൂ. E0/R എന്ന് പറഞ്ഞാൽ മറ്റൊരു കോൺസ്റ്റന്റ് ആണ്. അത് നമ്മൾ I0 എന്ന് പറഞ്ഞ് നമ്മൾ വിളിക്കുന്നു. അപ്പൊ I = I0 sin ωt എന്ന് എഴുതാം. വേർ I0 = E0/R. അപ്പൊ R എന്ന് പറയുന്ന വാല്യൂ E0/I0 ആണ്. പീക്ക് വാല്യൂ ഓഫ് EMF-നെ പീക്ക് വാല്യൂ ഓഫ് കറണ്ട് കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്താൽ ഓമിക് റെസിസ്റ്റൻസ് ആണ് നമുക്ക് അവിടെ കിട്ടുന്നത്. ഓംസ് ലോ E/R. അതായത് ഈ റേഷ്യോ ഓഫ് പീക്ക് വാല്യൂ ഓഫ് EMF ടു കറണ്ട് എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ആയിരിക്കും. അപ്പോൾ കറണ്ടിന്റെയും
ഇ എം എഫിന്റെ ഇക്വേഷൻസ് നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് ഇ എം എഫും കറണ്ടും ഒരേ പേസിലാണ്. പേസ് ഫാക്ടർ രണ്ടിനെ ശ്രദ്ധിക്കുക. സൈൻ ഒമേഗ ടി എന്ന് പറയുന്നതാണ് ഇ എം എഫിന്റെയും കറണ്ടിന്റെ പേസ്. അപ്പൊ അതുകൊണ്ട് there is no phase difference between voltage and current അല്ലെങ്കിൽ ഇ എം എഫ് ആൻഡ് കറണ്ട് when passed through a pure resistor. ഇപ്പോൾ താഴെ കൊടുത്തിട്ട് ഗ്രാഫിക്കലായിട്ടുള്ള റെപ്രസെന്റേഷൻ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അവിടെ ബ്ലൂ സൈൻ കർവ് എന്ന് പറയുന്നത് ഇ എം എഫിന്റെ വേരിയേഷനെ കാണിക്കുന്നു. അടുത്ത കർവ് എന്ന് പറയുന്നത് കറണ്ടിന്റെ വേരിയേഷനെ കാണിക്കുന്നു. ഇപ്പൊ കറണ്ട് മാക്സിമം വരുമ്പോൾ ഇ എം എഫും കറണ്ടും ഒരേ സമയത്ത് π/2 ആംഗിളിലാണ് അല്ലെങ്കിൽ T/4 ആ ടൈമിലാണ് ഇത് മാക്സിമത്തിൽ വരുന്നത്. അതുപോലെ സീറോയിലും മൈനസിലും എല്ലാം ഒരേപോലെ വേരി ചെയ്ത് പോകുന്നു. ദർ ഈസ് നോ പേസ് ഡിഫറൻസ് ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറണ്ട്. അപ്പോൾ അതിനെ നമുക്ക് വേറൊരു രീതിയിൽ വലത് സൈഡ് കാണുന്ന പോലെ നമുക്ക് ഒന്ന് പ്ലോട്ട് ചെയ്യാം. അതിന് നമ്മൾ പേസർ ഡയഗ്രാം എന്നാണ് വിളിക്കുക. അപ്പൊ പേസർ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ അതൊരു റൊട്ടേറ്റിംഗ് വെക്ടറാണ്. അപ്പൊ ആ വെക്ടർ എന്ന് പറയുന്നത് ഒമേഗ എന്ന് പറയുന്ന ആംഗുലർ വെലോസിറ്റിയിൽ റൊട്ടേറ്റ് ചെയ്യുന്നു. എ സി ഡൈനാമോയുടെ അല്ലെങ്കിൽ എ സി ജനറേറ്ററിന്റെ കോയിലിന്റെ റൊട്ടേഷൻ, ആ റോട്ടറിന്റെ റൊട്ടേഷന്റെ സെയിം ഫ്രീക്വൻസിയിൽ റൊട്ടേറ്റ് ചെയ്യുന്ന വിധത്തിൽ രണ്ട് വെക്ടേഴ്സ് ആയിട്ട് നമുക്ക് അവിടെ മാർക്ക് ചെയ്യാം. അവിടെ ശ്രദ്ധിക്കുക, E0 എന്ന് പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക. E0 എന്ന് പറഞ്ഞിരിക്കുന്നത് മാക്സിമം വാല്യൂ ഓഫ് ഇ എം എഫ് ആണ്. I0 എന്ന് പറഞ്ഞിരിക്കുന്നത് മാക്സിമം വാല്യൂ ഓഫ് കറണ്ട് ആണ്. ഇത് രണ്ടും ഒരു ഡയറക്ഷനിലാണ്. ആരോ ശ്രദ്ധിക്കുക, രണ്ടും ഒരു ഡയറക്ഷനിലാണ് പോകുന്നത്. കാരണം there is no phase difference. എക്സ് ആക്സിസുമായിട്ട് ഒമേഗ ടി തീറ്റ ആ ഇൻസ്റ്റന്റേനിയസ് വാല്യൂ എന്ന് പറയുന്നത്, തീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് ഒമേഗ ടി ആണ്. ആ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റിലെ അതിന്റെ പൊസിഷനാണ് അവിടെ കാണിച്ചു വെച്ചിരിക്കുന്നത്. E0 എന്ന് പറയുന്നത് അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഇ എം എഫിന്റെ മാഗ്നിറ്റ്യൂഡ് തുല്യമാണ്. I0 എന്ന് പറഞ്ഞാൽ ആ വെക്ടറിന്റെ വെക്ടറായിട്ട് നമ്മൾ പ്ലോട്ട് ചെയ്തിരിക്കുകയാണ്. അതെന്ന് പറയുന്നത് പീക്ക് കറണ്ടിന്റെ മാഗ്നിറ്റ്യൂഡിനെ റെപ്രസെന്റ് ചെയ്യുന്നു. ഇപ്പൊ ഈ ഫിഗറിനകത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും പീക്ക് കറണ്ടിന് എന്ന് പറയുന്നത് ഇ എം എഫിനേക്കാൾ കുറവാണ്. ആ റെസിസ്റ്റൻസ് വാല്യൂ 1 കുറവാണെങ്കിൽ നേരെ തിരിച്ചും വരും. റെസിസ്റ്റൻസിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1 കുറവാണെങ്കിൽ I0 വിൽ ബി ഗ്രേറ്റർ ദാൻ E0 വരും. 1 കൂടുതലാണെങ്കിൽ E0 ആയിരിക്കും എപ്പോഴും കൂടുതലായിട്ട് വരും. അപ്പൊ അതിന്റെ R-ന്റെ വാല്യൂ നമ്മൾ കണ്ടാണ് E0 ബൈ I0 ആണ്. അപ്പോൾ ആ റെസിസ്റ്റൻസിന്റെ വാല്യൂവിനെ അനുസരിച്ചിരിക്കും E0 ആണോ I0 ആണോ വിച്ച് ഇസ് ഗ്രേറ്റർ എന്ന് തീരുമാനിക്കപ്പെടുന്നത്. ഇത് ഈ വെക്ടർ എന്ന് പറയുന്നത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പൊ അങ്ങനെ റൊട്ടേറ്റിംഗ് വെക്ടറിനെയാണ് നമ്മൾ പേസർ എന്ന് വിളിക്കുന്നത്. അപ്പോ പേസർ നൊട്ടേഷൻ ആണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ഒരു എ സി ത്രൂ പ്യുവർ റെസിസ്റ്ററിന്റെ പേസർ ഡയഗ്രമാണ് ഇവിടെ കാണിച്ചു വെച്ചിരിക്കുന്നത്. ഇപ്പൊ പേസർ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് നമുക്ക് ഒന്നുകൂടെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. ഇപ്പൊ പേസർ ഡയഗ്രാംസ് ആർ ഡയഗ്രാം റെപ്രസെന്റിംഗ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആൻഡ് വോൾട്ടേജ് ഓഫ് ദ സെയിം ഫ്രീക്വൻസി ആസ് വെക്ടേഴ്സ് ഓർ പേസസ് വിത്ത് പേസ് ആംഗിൾ ബിറ്റ്വീൻ ദം. ഇപ്പൊ ഇവിടെ ഇ എം എഫും കറണ്ടും ഒരേ ഫ്രീക്വൻസിയിലാണ്. രണ്ടിനും ഒമേഗ എന്ന് പറയുന്ന ആംഗിൾ ഫ്രീക്വൻസിയിലാണ് രണ്ടും മൂവ് ചെയ്യുന്നത്. ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജും കറണ്ടും സെയിം ഫ്രീക്വൻസിയാണ്. അതുപോലെ ഇവിടെ അവ തമ്മിൽ പേസ് ഡിഫറൻസ് ഇല്ല, രണ്ടും ഒരേ പേസിലാണെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് രണ്ടും ഒരു ഡയറക്ഷൻ അവിടെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ പേസസ് ആർ ആരോസ് റൊട്ടേറ്റിംഗ് ഇൻ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഇപ്പൊ അവിടെ രണ്ട് ആരോ നമ്മൾ കണ്ടു. ആ ആരോസ് എന്ന് പറയുന്നത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റിലെ അതിന്റെ ഫിഗറാണ് നമ്മൾ കണ്ടത്. അപ്പൊ ഇവിടെ രണ്ടും സെയിം പേസിലായതുകൊണ്ട് രണ്ടും ഒരേപോലെയാണ്, സിങ്ക്രണസ് ആയിട്ടാണ് അത് റൊട്ടേറ്റ് ചെയ്യുന്നത്. ദേ ആർ റൊട്ടേറ്റിംഗ് വെക്ടേഴ്സ് ബട്ട് ദേ റെപ്രസെന്റ് സ്കെയിലാർ ക്വാണ്ടിറ്റീസ്. പക്ഷേ ഇത് സ്കെയിലാർ ആണ്. പേസർ എന്ന് പറയുന്നത് സ്കെയിലാർ ആണെന്ന് മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ വെക്ടർ ലോസ് ഇവിടെ ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല എന്ന് ചുരുക്കം. The sinusoidal alternating current and voltage can be represented by anti-clockwise rotating vectors. അതിനെയാണ് നമ്മൾ പേസർ എന്ന് വിളിക്കുന്നത്. റൊട്ടേറ്റിംഗ് വെക്ടർ ആന്റി-ക്ലോക്ക്വൈസ് ഡയറക്ഷനിൽ. Length of vector must be equal to the peak value of alternating voltage or current. ഇപ്പൊ E0 I0 അതിന്റെ മാഗ്നിറ്റ്യൂഡിനെ അനുസരിച്ചിട്ടാണ് അതിനകത്ത് പേസറിന്റെ ലെങ്ത് ഇരിക്കുന്നത് എന്ന് ചുരുക്കം. അങ്ങനെ നമുക്ക് പേസറായിട്ട് റെപ്രസെന്റ് ചെയ്യാം. അടുത്ത സർക്യൂട്ട് എലമെന്റിലേക്ക് നമ്മൾ കിടക്കുകയാണ്. എ സി സർക്യൂട്ട് ത്രൂ പ്യുവർ ഇൻഡക്ടർ. ഇൻഡക്ടറിനകത്ത് വരുമ്പോൾ റെസിസ്റ്റർ പോലെ അല്ല, ചെറിയൊരു വ്യത്യാസം അവിടെ വരുന്നുണ്ട്. ഇപ്പോൾ ഇൻഡക്ടർ സെൽഫ് ഇൻഡക്ടൻസ് വാല്യൂ L ഉള്ള ഒരു ഇൻഡക്ടറിലേക്ക് ഒരു ഇൻസ്റ്റന്റേനിയസ് ഇ എം എഫ് നമ്മൾ അപ്ലൈ ചെയ്തു. E0 സൈൻ ഒമേഗ ടി എന്ന് പറയുന്ന ഇൻസ്റ്റന്റേനിയസ് ഇ എം എഫ് നമ്മൾ ആ കോയിലിലേക്ക് അപ്ലൈ ചെയ്തു. അപ്പൊ നമുക്കറിയാം കോയിൽ എന്ന് പറയുന്നത് സെൽഫ് ഇൻഡക്ടൻസ് ഉണ്ട്. സെൽഫ് ഇൻഡക്ടൻസ് മൂലം അതിൽ ഒരു ബാക്ക് ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യപ്പെടും.
ബാക്ക് ഇ എം എഫ് എന്ന് പറയുന്നത് അപ്ലൈഡ് ഇ എം എഫിന് തുല്യവും വിപരീതവുമായിട്ടാണ് അതിൽ ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നത് എന്ന് നമുക്കറിയാം. നമ്മൾ കഴിഞ്ഞ ആപ്പിൽ കണ്ടതാണ്. അപ്പോൾ ഇതിൽ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന ഇ എം എഫ് എന്ന് പറയുന്നത് അപ്ലൈഡ് ഇ എം എഫിന് തുല്യവും വിപരീതമായിരിക്കും. എൽ എന്ന് പറയുന്നതാണ് ആ കോയിലിന്റെ സെൽഫ് ഇൻഡക്ടൻസ് എങ്കിൽ എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി എന്ന് പറയുന്നതാണ് ബാക്ക് ഇ എം എഫ് ഇൻഡ്യൂസ്ഡ്. അപ്പോൾ ബാക്ക് ഇ എം എഫ് ഇൻഡ്യൂസ്ഡ് അതിന്റെ മാഗ്നിറ്റ്യൂഡ് അപ്ലൈഡ് ഇ എം എഫിന് തുല്യമാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഇ സീറോ സൈൻ ഒമേഗ ടി എന്ന് പറയുന്നത് എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി ആണ്. മാഗ്നിറ്റ്യൂഡ് തുല്യമായിരിക്കും. അപ്പൊ അപ്ലൈഡ് ഇ എം എഫിന് തുല്യവും വിപരീതമായിട്ടാണ് അതിൽ ബാക്ക് ഇ എം എഫ് ഉണ്ടാകുന്നത്. ഇത് എ സി നമ്മൾ കടത്തിവിട്ട് കഴിഞ്ഞാൽ എപ്പോഴും ദിശ മാറിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ആ കോയിലുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ എപ്പോഴും ഇതിൽ ബാക്ക് ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. ആ ബാക്ക് ഇ എം എഫിനെ ഓവർകം ചെയ്തിട്ട് വേണം എ സിക്ക് കോയിലിലൂടെ, ഇൻഡക്ഷൻ കോയിലിലൂടെ കടന്നു പോകാനായിട്ട്. അപ്പൊ അതുകൊണ്ട് എ സിക്ക് ഇതിന്റെ ഓമിക് റെസിസ്റ്റൻസ് കൂടാതെ അഡീഷണൽ ആയിട്ടുള്ള ഒരു പ്രതിരോധം കൂടെ ഈ ഇൻഡക്ടൻസ് കോയിൽ ചെലുത്തുന്നുണ്ട്. അപ്പൊ അതിനെ ഓവർകം ചെയ്തിട്ട് എ സിക്ക് ഇതിലെ കടന്നു പോകാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ നമ്മൾ കണ്ട ഇക്വേഷൻ ഇതാണ്. ഇ സീറോ സൈൻ ഒമേഗ ടി ഈക്വൽ ടു എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി. അതിൽ നിന്ന് ഡി ഐയുടെ വാല്യൂ എടുത്താൽ ഡി ഐ വിൽ ബി ഈക്വൽ ടു ഇ സീറോ ബൈ എൽ ഇൻറ്റു സൈൻ ഒമേഗ ടി ഡി ടി എന്ന് എഴുതാം. ആ ഇക്വേഷൻ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് ഐ എന്ന് പറയുന്നതിന്റെ ഇക്വേഷൻ കിട്ടും. ഐ വിൽ ബി ഇന്റഗ്രൽ ഇ സീറോ ബൈ എൽ സൈൻ ഒമേഗ ടി ഡി ടി. ദാറ്റ് വിൽ ബി ഇന്റഗ്രേറ്റ് ചെയ്താൽ ഇ സീറോ ബൈ ഒമേഗ എൽ ഇൻറ്റു മൈനസ് കോസ് ഒമേഗ ടി എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഐ സീറോ സൈൻ ഒമേഗ ടി മൈനസ് പൈ ബൈ ടു എന്ന് എഴുതാം. അതായത് മൈനസ് കോസ് ഒമേഗ ടിനെ സൈൻ ഒമേഗ ടി മൈനസ് പൈ ബൈ ടു എന്നുള്ള ടൈമിലേക്ക് നമുക്ക് മാറ്റി എഴുതാനായിട്ട് സാധിക്കും. സൈൻ 90 മൈനസ് തീറ്റ കോസ് തീറ്റ. അപ്പോൾ മൈനസ് സൈൻ അകത്തേക്ക് നമ്മൾ റീഅറേഞ്ച് ചെയ്ത് ഇട്ടിരിക്കുന്നു. അപ്പോൾ അതിൽ ഐ സീറോ എന്ന് പറയുന്നത് ഇ സീറോ ബൈ ഒമേഗ എൽ ആണ്. ശ്രദ്ധിക്കുക, ഐ സീറോ എന്ന് പറയുന്നത് പീക്ക് വാല്യൂ ഓഫ് കറണ്ട് ആണ്. അതിന്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഇ സീറോ ബൈ ഒമേഗ എൽ. ഇപ്പൊ നമ്മൾ റെസിസ്റ്ററിന്റെ കേസ് നമ്മൾ കണ്ടായിരുന്നു. അവിടെ ഇ സീറോ ബൈ ആർ എന്ന് പറയുന്നതായിരുന്നു ഐ സീറോ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് കിട്ടുന്നു ഐ സീറോ ഇ സീറോ ബൈ ഒമേഗ എൽ. അതായത് ഇവിടെ ഒമേഗ എൽ എന്ന് പറയുന്നത് റെസിസ്റ്ററിന്റെ റെസിസ്റ്റൻസിന്റെ സ്ഥാനത്ത് കിടക്കുന്ന ടേമാണ്. എന്ന് പറഞ്ഞാൽ ഒമേഗ എൽ എന്ന് പറയുന്നതാണ് ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എന്ന് വിളിക്കുന്നത്. അതായത് റെസിസ്റ്റൻസ് offered by the inductance coil to the flow of AC through it. അതിനെയാണ് നമ്മൾ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എന്ന് വിളിക്കുന്നത്. എക്സൽ എന്ന് പറയുന്ന സിമ്പിൾ ഉപയോഗിച്ച് നമ്മൾ റെപ്രസെന്റ് ചെയ്യും. ഇപ്പൊ എക്സൽ ഇസ് ഈക്വൽ ടു ഒമേഗ എൽ. അപ്പൊ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇ സീറോ ബൈ ഐ സീറോ ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ. അപ്പൊ എക്സൽ ഇസ് ഈക്വൽ ടു ഒമേഗ എൽ. ഇനി അത് നമ്മൾ ലീനിയർ ഫ്രീക്വൻസിയുടെ ടൈമിൽ എഴുതുകയാണെന്നുണ്ടെങ്കിൽ 2πfl എന്ന് പറയുന്നതായിരിക്കും ഇതിന്റെ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ യൂണിറ്റ് നമ്മൾ ഓമിൽ റെസിസ്റ്റൻസിന്റെ സെയിം യൂണിറ്റ് തന്നെയാണ് നമ്മൾ പറയുന്നതെന്ന് ചുരുക്കം. ഇപ്പൊ ഇവിടെ നമുക്ക് ഇ എം എഫിന്റെ ഇക്വേഷനും കറണ്ടിന്റെ ഇക്വേഷനും കൂടെ നോക്കുക. ഇ എം എഫിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇ സീറോ സൈൻ ഒമേഗ ടി ആയിരുന്നു. ഇവിടെ കറണ്ടിന്റെ ഇക്വേഷൻ നമുക്ക് കിട്ടിയത് ഐ സീറോ സൈൻ ഒമേഗ ടി മൈനസ് പൈ ബൈ ടു ആണ്. അപ്പൊ രണ്ടിനും പേസ് എന്ന് ശ്രദ്ധിക്കുക. സൈൻ ശേഷം വരുന്ന ടൈമാണ് പേസ് എന്ന് പറയുന്നത്, പേസ് ഫാക്ടർ. അപ്പോൾ ഇ എം എഫിന്റേത് ഒമേഗ ടി ആണ്. കറണ്ടിന്റെ വരുമ്പോൾ ഒമേഗ ടി മൈനസ് പൈ ബൈ ടു ആണ്. രണ്ടിന്റെയും ഒരേ പേസ് ആണോ? അല്ല, അല്ലെ? പേസ് ഡിഫറൻസ് ഉണ്ട്. അപ്പൊ ഇവിടെ ഇ എം എഫ് ആണ്, ഇ എം എഫിനാണ് പേസ് കൂടുതൽ, കറണ്ടിന്റെ പേസ് കുറവാണ്. പൈ ബൈ ടു റേഡിയൻ പുറകിലാണ് കറണ്ട് വരുന്നത്. അതുകൊണ്ട് നമ്മൾ പറയുന്നു കറണ്ട് ലാഗ്സ് ബിഹൈൻഡ് ഇ എം എഫ് ബൈ പൈ ബൈ ടു റേഡിയൻ. അല്ലെങ്കിൽ ഇ എം എഫ് ലീഡ്സ് ഓവർ കറണ്ട് ബൈ പൈ ബൈ ടു, അല്ലെങ്കിൽ 90 ഡിഗ്രി ഇ എം എഫ് ലീഡ് ചെയ്യുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പൊ അതിന്റെ കർവ് വരച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഇപ്പൊ ഇവിടെ നേരത്തെ വരച്ചപ്പോൾ തന്നെ ഇപ്പൊ ബ്ലൂ സൈൻ കർവ് എന്ന് പറയുന്നത് ഇ എം എഫിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. അടുത്ത റെഡ് കർവ് എന്ന് പറയുന്നത് കറണ്ടിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. ഇപ്പൊ ഇ എം എഫ് മാക്സിമത്തിൽ വരുമ്പോൾ കറണ്ട് എന്ന് പറയുന്നത് 0 ആയിട്ടുള്ളൂ. പൈ ബൈ ടു പുറയിലാണ് വരുന്നത്. എപ്പോഴും മുമ്പിൽ പോകുന്നത് ഇ എം എഫ് ആണ്. ഇ എം എഫ് പോയി പൈ ബൈ ടു റേഡിയൻ അല്ലെങ്കിൽ 90 ഡിഗ്രി അല്ലെങ്കിൽ T/4 സെക്കൻഡ് സമയം, ടി എന്ന് പറഞ്ഞ പീരീഡ് ആണെങ്കിൽ T/4 സെക്കൻഡ് സമയത്തിന് ശേഷം മാത്രമാണ് അതിലേക്ക് ആ വാല്യൂയിലേക്ക് കറണ്ട് എത്തിച്ചേരുന്നത്. കറണ്ട് പുറകിൽ പോകുന്നു, ഇ എം എഫ് മുമ്പിൽ പോകുന്നു. റൈറ്റ് സൈഡിൽ കാണുന്ന പേസർ ഡയഗ്രമാണ്. അപ്പൊ E0 എന്ന് പറഞ്ഞിട്ട് കാണിച്ചിരിക്കുന്ന ആരോ കാണിച്ചിരിക്കുന്നത് ഇ എം എഫിനെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നു, പേസറാണ്. അതുപോലെ I0 എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത് കറണ്ടിനെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നു. അവ തമ്മിൽ 90 ഡിഗ്രി പേസ് ഡിഫറൻസ് ഉണ്ട്, അല്ലെങ്കിൽ പൈ ബൈ ടു റേഡിയൻ പേസ് ഡിഫറൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഇപ്പൊ ഇത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇപ്പൊ ഇത് ഒമേഗ എന്ന് പറയുന്ന ആംഗുലർ ഫ്രീക്വൻസിയിൽ റൊട്ടേറ്റ് ചെയ്യുന്നു. ഇത് ഏത് സമയത്തായാലും E0യും I0യും ഒരേ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുന്നത് കൊണ്ട് അവ തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത്, പേസ് ആംഗിൾ എന്ന് പറയുന്നത് എപ്പോഴും 90 തന്നെ മെയിൻറ്റെയിൻ ചെയ്യപ്പെടും.
ഒരിക്കലും അവ തമ്മിലുള്ള ആംഗിളിന് പേസ് ആംഗിളിന് വ്യത്യാസം വരുന്നില്ല. പേസ് ആംഗിൾ എന്ന് പറയുന്നത് എപ്പോഴും 90 ഡിഗ്രി ആണ്, അല്ലെങ്കിൽ π/2 റേഡിയൻ തന്നെയാണ്. ഇത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ പേസർ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ രണ്ട് ഫിഗേഴ്സ് ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പൊ ഇവിടെ EMF എന്ന് പറയുന്നത് ലീഡ്സ് ഓവർ കറണ്ട് ബൈ π/2, അല്ലെങ്കിൽ കറണ്ട് ലാഗ് ബിഹൈൻഡ് EMF ബൈ π/2 when AC is passed through pure inductor എന്ന് മനസ്സിലാക്കണം. അതുപോലെ അതിന്റെ ഇൻഡക്റ്റീവ് റിയാക്ടൻസിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ωL ആണ്, അല്ലെങ്കിൽ 2πfL ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ അതാണ് AC ത്രൂ പ്യുവർ ഇൻഡക്ടർ. അപ്പൊ അതിന്റെ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ദ ഇൻഡക്ടൻസ് കോയിൽ ടു ദ ഫ്ലോ ഓഫ് AC ത്രൂ ഇറ്റ്. അതിന്റെ ഇക്വേഷൻ ωL അല്ലെങ്കിൽ 2πfL ആണ്. അടുത്തതുപോലെ അടുത്ത സർക്യൂട്ട് എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ സർക്യൂട്ട് എന്ന് പറയുന്നത് കപ്പാസിറ്റർ ആണ്. ഒരു കപ്പാസിറ്റർ ഹാവിംഗ് കപ്പാസിറ്റി C. അപ്പൊ അതിന്റെ പ്ലേറ്റുകൾക്കിടയ്ക്ക് E0 sin ωt എന്ന് പറയുന്ന ഇൻസ്റ്റന്റേനിയസ് ആയിട്ടുള്ള EMF നമ്മൾ അപ്ലൈ ചെയ്യുന്നു. EMF എപ്പോഴും E0 sin ωt ആണ്. അപ്പൊ അതിന്റെ പ്ലേറ്റുകൾക്കിടയ്ക്ക് ഒരു ചാർജ് ഡെവലപ്പ് ചെയ്യും. ഇപ്പൊ Q is equal to C into V എന്ന് പറയുന്നത്, V എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. ഇവിടെ നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇൻസ്റ്റന്റേനിയസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് E0 sin ωt അപ്ലൈ ചെയ്തിരിക്കുന്നുണ്ട്. Q is equal to C E0 sin ωt എന്ന് എഴുതാം. ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് dQ/dt എന്ന് പറഞ്ഞാൽ കറണ്ട് ആണ്. അപ്പൊ കറണ്ടിന്റെ ഇക്വേഷൻ d/dt ഓഫ് C E0 sin ωt. അപ്പൊ C E0 ഒക്കെ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ E0 ഡിവൈഡ് ബൈ 1/ωc എന്ന് എഴുതാം. ശരിക്കും അത് വരുന്നത് E0 ωc cos ωt എന്നാണ് വരിക. അപ്പൊ അതിനെ നമ്മൾ E0 ഡിവൈഡ് ബൈ 1/ωc എന്ന് എഴുതും. ωc മുകളിലോട്ട് വന്നോളൂ. അതിന് കാരണം എന്ന് പറയുന്നത് E0 ബൈ 1/ωc എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആയിട്ട് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. അതിനെ നമ്മൾ I0 എന്ന് പറഞ്ഞ് നമ്മൾ വിളിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും കറണ്ട് I is equal to I0 sin ωt പ്ലസ് π/2 എന്ന് എഴുതാം. കോസ് ωt നമ്മൾ സൈൻ്റെ ടൈമിലേക്ക് മാറ്റിയതാണ്. sin 90 മൈനസ് θ cos θ എന്നുള്ള രീതിയിലേക്ക് നമ്മൾ എഴുതുന്നതാണ്. അപ്പോ sin 90 പ്ലസ് θ cos θ എന്നുള്ള രീതി. അപ്പൊ I is equal to I0 sin ωt പ്ലസ് π/2 എന്നുള്ള കറണ്ടിന്റെ ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ആയിട്ട് നമുക്ക് അവിടെ കിട്ടുന്നു. അപ്പൊ അവിടെ ആ E0 ബൈ 1/ωc എന്ന് പറയുന്നത് I0 ആണെങ്കിൽ ആ 1/ωc എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ദ കപ്പാസിറ്റർ ആണ് ടു ദ ഫ്ലോ ഓഫ് AC. അതിന്റെ വാല്യൂ നമ്മൾ കപ്പാസിറ്റീവ് റിയാക്ടൻസ് എന്ന് വിളിക്കുന്നു, XC. XCയുടെ വാല്യൂ 1/ωc ആണ്, അല്ലെങ്കിൽ 1/2πfC ആണ്. അതിനെ നമ്മൾ കപ്പാസിറ്റീവ് റിയാക്ടൻസ് എന്ന് വിളിക്കുന്നു. റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ദ കപ്പാസിറ്റർ ടു ദ ഫ്ലോ ഓഫ് AC ത്രൂ ഇറ്റ്. അതിനെ നമ്മൾ കപ്പാസിറ്റീവ് റിയാക്ടൻസ് എന്ന് വിളിക്കുന്നു, 1/2πfC. ഇപ്പൊ ഇവിടെ നമ്മൾ കറണ്ടിന്റെയും വോൾട്ടേജിന്റെയും ഇക്വേഷൻസ് നമ്മൾ കമ്പയർ ചെയ്താൽ അവിടെ പേസ് ഡിഫറൻസ് ഉണ്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പേസ് കൂടുതൽ കറണ്ടിനാണ്. അതുകൊണ്ട് നമ്മൾ പറയുന്നു കറണ്ട് ലീഡ്സ് ഓവർ EMF ബൈ π/2 റേഡിയൻ. ഇപ്പൊ ഇവിടെ കറണ്ട് ആണ് മുമ്പിൽ പോകുന്നത്, EMF ലാഗ് ചെയ്തിട്ടാണ് π/2 റേഡിയൻ. അപ്പൊ ഇവിടെ ഫിഗർ സൈൻ കർവ് നോക്കുക. ഇപ്പൊ ഇവിടെ മുമ്പിൽ പോകുന്നത് നേരെ തിരിഞ്ഞു വന്നു, ഇൻഡക്ടറുമായിട്ട് നേരെ തിരിഞ്ഞു വന്നിരിക്കുന്നു. അപ്പോൾ EMF പുറകിലാണ്, കറണ്ടാണ് ലീഡ് ചെയ്തു പോകുന്നത്, ലീഡിങ് ബൈ π/2 റേഡിയൻ അല്ലെങ്കിൽ 90 ഡിഗ്രി. അതിന്റെ പേസർ ഡയഗ്രാം വരച്ചിരിക്കുന്നു. പേസർ ഡയഗ്രത്തിനകത്ത് ഇപ്പോൾ നമ്മൾ E0 എന്ന് പറഞ്ഞ് ഡയറക്ഷൻ കാണിച്ചിരിക്കുന്നത് EMFന്റെ ഡയറക്ഷൻ ആണ്. അതിനേക്കാൾ I0 എന്ന് പറയുന്നത് ലീഡ് ചെയ്തു പോകുന്നു, കൂടുതലാണ്, π/2 റേഡിയൻ ലീഡ് ചെയ്തു പോകുന്നു. കറണ്ട് മുമ്പിൽ പോകുന്നു, പുറകെ ഉള്ളൂ EMF വരുന്നത്. ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്, പേസർ റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പം മുമ്പിൽ പോകുന്നത്, എപ്പോഴും മുമ്പിൽ പോകുന്നത് കറണ്ടാണ് ഈ കേസിനകത്ത്. ഇൻഡക്ടറിന്റെ കേസിൽ നേരെ തിരിച്ചായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പൊ ഇൻഡക്റ്റീവ് റിയാക്ടൻസും കപ്പാസിറ്റീവ് റിയാക്ടൻസും നമ്മൾ കണ്ടു. റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ഇൻഡക്ടൻസ് കോയിൽ. അതുപോലെ അതിന്റെ വേരിയേഷൻ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. വേരിയേഷൻ ഓഫ് XL. XL എന്ന് പറയുന്നത് ωL ആണ്, അല്ലെങ്കിൽ 2πfL ആണ്, F ഫ്രീക്വൻസി ആണെങ്കിൽ. അപ്പൊ അതുകൊണ്ട് XL എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി ആണ്. XL ഇൻഡക്റ്റീവ് റിയാക്ടൻസ് വിൽ ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി. ഫ്രീക്വൻസി കൂടുന്നതിനനുസരിച്ചിട്ട് വാല്യൂ കൂടും. ഇപ്പൊ ഗ്രാഫ് വരച്ചാൽ രണ്ടും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള ക്വാണ്ടിറ്റീസ് ആണ്. ഫ്രീക്വൻസിയും ഇൻഡക്റ്റീവ് റിയാക്ടൻസ് നമ്മൾ ഗ്രാഫ് വരച്ചാൽ സ്ട്രേറ്റ് ലൈൻ കിട്ടും. അപ്പൊ അത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള ക്വാണ്ടിറ്റിയാണ്. അതുപോലെ വേരിയേഷൻ ഓഫ് XC കപ്പാസിറ്റീവ് റിയാക്ടൻസ്. കപ്പാസിറ്റീവ് റിയാക്ടൻസ് എന്ന് പറഞ്ഞാൽ 1/ωc ആണ്, അല്ലെങ്കിൽ 1/2πfC ആണ്. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. XC is equal to 1/2πfC. That means capacitive reactance varies inversely with the frequency. അപ്പോൾ ഗ്രാഫ് വരച്ചാൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണാലിറ്റി കാണിക്കുന്ന ഗ്രാഫ് കിട്ടും. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ട് കാര്യങ്ങൾ ഉണ്ട്, വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇപ്പോൾ ഒരു AC നമ്മൾ ഒരു ഇൻഡക്ടറിലൂടെ നമ്മൾ കടത്തി വിടുക. ACക്ക് ഫ്രീക്വൻസി ഉണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം.
ഇപ്പോൾ ഫ്രീക്വൻസി കൂടുന്നതിന് ഹൈ ഫ്രീക്വൻസി AC ആണ് നമ്മൾ ഇൻഡക്ടറിലൂടെ കടത്തി വിടുന്നതെങ്കിൽ ആ ഇൻഡക്ടർ ചെലുത്തുന്ന പ്രതിരോധവും അല്ലെങ്കിൽ ഇൻഡക്റ്റീവ് റിയാക്ടൻസും കൂടുതലായിരിക്കും. അതേസമയത്ത് നമ്മൾ ഡയറക്റ്റ് കറണ്ട് ആണ് ഇൻഡക്ടറിലൂടെ കടത്തി വിടുന്നതെങ്കിൽ ഡയറക്റ്റ് കറണ്ടിനെ സംബന്ധിച്ചിടത്തോളം അതിന് ഫ്രീക്വൻസി ഇല്ല, ദിശ മാറുന്നില്ല, സ്റ്റഡി കറണ്ടാണ്, ഫ്രീക്വൻസി 0 ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ സംബന്ധിച്ചിടത്തോളം ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എന്ന് പറയുന്നത് DC-യെ സംബന്ധിച്ച് 0 ആയിരിക്കും. ദാറ്റ് മീൻസ് ഇൻഡക്ടൻസ് കോയിൽ or inductor allows DC to pass through it. Inductor allows DC to pass through it without any further resistance. ഓമിക് റെസിസ്റ്റൻസ് മാത്രമേ അവിടെ വരുന്നുള്ളൂ. അതേസമയത്ത് AC ഹൈ ഫ്രീക്വൻസി AC ആണെങ്കിൽ കൂടുതൽ പ്രതിരോധത്തിനെ ഓവർകം ചെയ്തിട്ട് ആ ഇൻഡക്ടറിലൂടെ കടന്നു പോകാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ട് AC-യുടെ വാല്യൂവിനെ ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇൻഡക്ടൻസ് കോയിൽ അല്ലെങ്കിൽ ചോക്ക് കോയിൽസ് ഉപയോഗിക്കാം. എന്നാൽ DC കറണ്ട് ലിമിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇൻഡക്ടൻസ് കോയിൽ ഉപയോഗിക്കാൻ നമുക്ക് സാധ്യമല്ല. കാരണം DC-യെ സംബന്ധിച്ചിടത്തോളം ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതുപോലെ തന്നെ തിരിച്ചാണ് കപ്പാസിറ്ററിനകത്ത് കേസിൽ വരിക. കപ്പാസിറ്ററിനകത്ത് കപ്പാസിറ്റി റിയാക്ടൻസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ഫ്രീക്വൻസി ആണ്. ഹൈ ഫ്രീക്വൻസി AC നമ്മൾ കടത്തിവിട്ടാൽ അത് സുഗമമായിട്ട് കപ്പാസിറ്ററിനകത്തൂടെ കടന്നു പോകും. അതേസമയത്ത് DC ആണ് കടത്തിവിടുന്നതെങ്കിൽ DC-യെ സംബന്ധിച്ചിടത്തോളം ഫ്രീക്വൻസി കപ്പാസിറ്റി റിയാക്ടൻസ് എന്ന് പറയുന്നത് 1/2πfc ആണ്. ഇപ്പോൾ DC-യുടെ ഫ്രീക്വൻസി 0 ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ DC-യെ സംബന്ധിച്ചിടത്തോളം കപ്പാസിറ്റി റിയാക്ടൻസ് XC എന്ന് പറയുന്നത് 1/0 എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി വരും. ഇൻഫിനിറ്റി ആണ് അതിന്റെ കപ്പാസിറ്റി റിയാക്ടൻസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് കപ്പാസിറ്റർ offer maximum resistance to the flow of DC through it, or capacitor blocks DC-യെ capacitor ബ്ലോക്ക് ചെയ്യും. At the same time that will allow AC to pass through it. അതാണ് ഇൻഡക്ടറും കപ്പാസിറ്ററും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഇൻഡക്ടറിലൂടെ ആണെങ്കിൽ DC സുഗമമായിട്ട് കടന്നു പോകും, കപ്പാസിറ്ററിലൂടെ AC-യും സുഗമമായിട്ട് കടന്നു പോകും. ആ വ്യത്യാസം മനസ്സിലാക്കിയിരിക്കണം. അതായത് ഇൻഡക്ടൻസ് L cannot decrease direct current. It can only decrease alternating current. ഞാൻ പറഞ്ഞല്ലോ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് AC-ക്ക് മാത്രമാണ് ചെലുത്തുക. അതുകൊണ്ട് DC-യെ കുറയ്ക്കാനായിട്ട് സാധ്യമല്ല. ചോക്ക് കോയിൽ ഉപയോഗിച്ച് കുറയ്ക്കാൻ പറ്റത്തില്ല. പക്ഷേ AC-യുടെ വാല്യൂ ആണെങ്കിൽ ലിമിറ്റ് ചെയ്യാം. റെസിസ്റ്ററിന് പകരമായിട്ട് ഇൻഡക്ടർ ഉപയോഗിച്ചും കറണ്ടിനെ കുറയ്ക്കാം. കൂടുതൽ പ്രതിരോധം അവിടെ വരുന്നുണ്ട്. കപ്പാസിറ്റർ അലൗസ് AC to flow through it but blocks DC. ആ 2 പോയിന്റ് ഒന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. കപ്പാസിറ്റർ അലൗസ് AC to flow through it but blocks DC. അതിന്റെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള 2 സർക്യൂട്ട് എലമെന്റ്സിന്റെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. ഒന്ന് AC കടത്തിവിടുന്നു, മറ്റേത് ബ്ലോക്ക് ചെയ്യുന്നു എന്നുള്ളത്. ഈ നമ്മൾ 3 സർക്യൂട്ട് എലമെന്റുകൾ നമ്മൾ കണ്ടിരുന്നു. ഈ 3ന്റെയും കൂടെ ഒരു കോമ്പിനേഷനാണ് ഇൻഡക്ടർ, കപ്പാസിറ്റർ, റെസിസ്റ്റർ, LCR സീരീസ് കോമ്പിനേഷൻ. ഇൻഡക്ടർ L represents inductor, C represents capacitor and R represents ഓമിക് റെസിസ്റ്റർ. ഇത് 3ഉം സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. അതിനെ ക്രോസ് ആയിട്ട് ഇൻസ്റ്റന്റേനിയസ് EMF E0 sin ωt അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇതിനകത്തൂടെ ഒഴുകുന്ന കറണ്ട് സെയിം ആയിരിക്കും. കാരണം സീരീസ് കോമ്പിനേഷൻസ് ആകുമ്പോൾ കറണ്ട് സെയിം കറണ്ട് ആണ് ഫ്ലോ ചെയ്യുന്നത്, പക്ഷേ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിഫറെന്റ് ആയിരിക്കും. അപ്പോൾ സെയിം കറണ്ട് ഫ്ലോ ചെയ്യുന്നു. VL എന്ന് പറയുന്നത് ഇൻഡക്ടറിനെ അക്രോസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്ന വോൾട്ടേജ് ആണെന്ന് വിചാരിക്കുക. VC എന്ന് പറയുന്നത് കപ്പാസിറ്ററിനെ അക്രോസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്ന വോൾട്ടേജ്. VR എന്ന് പറയുന്നത് ആ ഓമിക് റെസിസ്റ്ററിനെ അക്രോസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്ന വോൾട്ടേജ്. അപ്പോൾ അപ്ലൈഡ് EMF appears as voltage drops VR, VL and VC across R, L and C respectively. അപ്പോൾ ഓരോന്നിന്റെയും വാല്യൂസ് അവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഇൻ R കറണ്ട് ആൻഡ് വോൾട്ടേജ് ആർ ഇൻ ഫേസ്. നമുക്കറിയാം പ്യൂർ റെസിസ്റ്ററിലൂടെയുള്ള വോൾട്ടേജ് VR-ഉം കറണ്ടും സെയിം ഫേസിലായിരിക്കും. അതുപോലെ ഇൻഡക്ടറിലാകുമ്പോൾ കറണ്ട് ലാഗ്സ് ബിഹൈൻഡ് വോൾട്ടേജ് ബൈ π/2. VL എന്ന് പറയുന്നത് ലീഡിംഗ് ആയിരിക്കും കറണ്ടിനേക്കാൾ. അതുപോലെ കപ്പാസിറ്ററിലൂടെ ആകുമ്പോൾ കറണ്ട് ലീഡ്സ് ബൈ π/2. ഓരോന്നും തന്നെ എടുത്ത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിനെ ഒരു വെക്ടോറിയൽ റെപ്രസെന്റേഷൻ നമുക്ക് നടത്താനായിട്ട് സാധിക്കും. ഇപ്പോൾ അവിടെ ശ്രദ്ധിക്കുക, ഇപ്പോൾ VR എന്ന് പറഞ്ഞിരിക്കുന്നത് കറണ്ടിന്റെ സെയിം ഡയറക്ഷൻ നമുക്ക് പ്ലോട്ട് ചെയ്യാനായിട്ട് സാധിക്കും. പേസ് ഡിഫറൻസ് അവിടെ ഇല്ല. കറണ്ടും വോൾട്ടേജും തമ്മിൽ പേസ് ഡിഫറൻസ് ഇല്ല. അത് നമ്മൾ X ആക്സിൽ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കറണ്ട് ഏത് ഡയറക്ഷനിൽ പോകുന്നോ അതേ ഡയറക്ഷനിൽ തന്നെയാണ് VR. അതിൽ നിന്നാണ് നമ്മൾ VL-ഉം VC-യും ലീഡിംഗ് ആണോ ലാഗിങ് ആണോ നമ്മൾ നോക്കുക. അപ്പോൾ VL എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് അക്രോസ് ഇൻഡക്ടർ ആണ്. അപ്പോൾ ലീഡിംഗ് ബൈ π/2 ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് +y ആക്സിൽ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നു. കപ്പാസിറ്റർ കറണ്ടിനേക്കാൾ
വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ കറണ്ടിനേക്കാൾ ലാഗിങ് ആണ്. അപ്പോൾ അവിടെ കറണ്ടാണ് ലീഡ് ചെയ്ത് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് വി സി എന്ന് പറയുന്നത് മൈനസ് വൈ ആക്സിൽ നമ്മളവിടെ മാർക്ക് ചെയ്ത് കാണിച്ചിരിക്കുന്നു. ഇപ്പോൾ വി ആറിന്റെയും വി എല്ലിന്റെയും വി സിയുടെ ഒക്കെ ആ ആരോടെ ലെങ്ത് എന്ന് പറയുന്നത് അതിന്റെ മാഗ്നിറ്റ്യൂഡിന് പ്രൊപ്പോർഷണൽ ആയിട്ടാണ്. ഇപ്പൊ ഇവിടെ നമ്മൾ വി എൽ ഗ്രേറ്റർ ആയിട്ട് എടുത്തിരിക്കാം. അതായത് വോൾട്ടേജ് അക്രോസ് ഇൻഡക്ടർ എന്ന് പറയുന്നത് വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്ററിനേക്കാൾ ഗ്രേറ്റർ ആയിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നു. അപ്പൊ ഇതിനകത്ത് റിസൾട്ടന്റ് ഇ എം എഫ് എന്ന് പറയുന്നത് നമ്മൾ വെക്ടർ ലോസ് ഉപയോഗിച്ച് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. സ്ക്വയർ റൂട്ട് ഓഫ് വി ആർ സ്ക്വയർ പ്ലസ് വി എൽ മൈനസ് വി സി ഹോൾ സ്ക്വയർ. ഇപ്പൊ വി എല്ലും വി സി ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് ആ രണ്ട് വെക്ടേഴ്സിന്റെ റിസൾട്ടന്റ് നമുക്ക് എടുക്കാം. വി എൽ മൈനസ് വി സി എന്ന് പറയുന്നത് നമുക്ക് കിട്ടും. തൊട്ട് താഴെ കൊടുത്തിരിക്കുന്ന നോക്കുക, വി എൽ മൈനസ് വി സി എന്ന് പറയുന്നത് രണ്ടിന്റെ ഡിഫറൻസ് ആണ്. ആ വി എൽ മൈനസ് വി സിയും വി ആറും അതൊരു പാരലോഗ്രത്തിന്റെ സൈഡുകളായിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. അതിന്റെ ഡയഗണൽ കംപ്ലീറ്റ് ചെയ്യുക. ഡയഗണൽ എന്ന് പറയുന്നതായിരിക്കും ഇ എന്ന് പറയുന്നത്. അപ്പൊ ആ റിസൾട്ടന്റ് വോൾട്ടേജിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് റിസൾട്ടന്റ് വോൾട്ടേജിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇതേ രീതിയിൽ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. റൂട്ട് ഓഫ് വി ആർ സ്ക്വയർ പ്ലസ് വി എൽ മൈനസ് വി സി ഹോൾ സ്ക്വയർ എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. അതുപോലെ കറണ്ട് എന്ന് പറഞ്ഞാൽ ഇ ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് എൽ മൈനസ് എക്സ് സി ഹോൾ സ്ക്വയർ എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. അപ്പൊ അതില് റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് എൽ മൈനസ് എക്സ് സി ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് ആ സർക്യൂട്ടിന്റെ ടോട്ടൽ പ്രതിരോധമാണ്. അപ്പൊ അതായത് സം ഓഫ് ഓമിക് റെസിസ്റ്റൻസ്, കപ്പാസിറ്റി റിയാക്ടൻസ് ആൻഡ് ഇൻഡക്റ്റീവ് റിയാക്ടൻസ്. അപ്പൊ അതിനെ നമ്മൾ ടോട്ടൽ ഇംപിഡൻസ് എന്നാണ് വിളിക്കുക. ഇസഡ് എന്ന് പറയുന്നത് സർക്യൂട്ടിന്റെ ഇംപിഡൻസ് ആണ്. ഇംപിഡൻസ് എന്ന് പറഞ്ഞാൽ സർക്യൂട്ടിനകത്ത് ഏതൊക്കെ സർക്യൂട്ട് എലമെന്റുകളുണ്ടോ ആ ഓരോ എലമെന്റും ചെലുത്തുന്ന ടോട്ടൽ പ്രതിരോധം. അതായത് സം ഓഫ് ഓമിക് റെസിസ്റ്റൻസ്, കപ്പാസിറ്റി റിയാക്ടൻസ് ആൻഡ് ഇൻഡക്റ്റീവ് റിയാക്ടൻസ്. അപ്പൊ ആ മൂന്നിന്റെയും കൂടെ സം ആണ് ആ സർക്യൂട്ടിന്റെ നെറ്റ് ഇംപിഡൻസ് എന്ന് പറയുന്നത്. ഇസഡ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് എൽ മൈനസ് എക്സ് സി ഹോൾ സ്ക്വയർ എന്ന് പറയുന്നതാണ് സർക്യൂട്ടിന്റെ ഇംപിഡൻസ്. അതിനകത്ത് എക്സ് എല്ലിന്റെയും എക്സ് സിയുടെയും വാല്യൂസ് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. ആ വാല്യൂ ഇട്ട് കൊടുത്താൽ ഇസഡ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് ഒമേഗ എൽ മൈനസ് 1 ബൈ ഒമേഗ സി ഹോൾ സ്ക്വയർ എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഇപ്പൊ ഇവിടെ പേസ് ഡിഫറൻസ് ഉണ്ട്. റിസൾട്ടന്റ് വോൾട്ടേജ് അല്ലെങ്കിൽ ഇ എം എഫും കറണ്ടും തമ്മിൽ പേസ് ഡിഫറൻസ് ഉണ്ട്. ഫൈ എന്ന് പറഞ്ഞിരിക്കുന്ന പേസ് ഡിഫറൻസ് ആണ്. ശ്രദ്ധിക്കുക, ഫിഗറിനകത്ത് ശ്രദ്ധിക്കുക, ഫൈ എന്ന് പറഞ്ഞിരിക്കുന്നതാണ് പേസ് ഡിഫറൻസ്. അപ്പൊ ആ പേസ് ഡിഫറൻസ് ഇപ്പൊ ഇതിനകത്ത് നമ്മൾ ടാൻ ഫൈ എടുക്കുവാണെങ്കിൽ എക്സ് എൽ മൈനസ് എക്സ് സി ബൈ ആർ എന്ന് എഴുതാം. എക്സ് എൽ മൈനസ് എക്സ് സി ബൈ ആർ. എക്സ് എൽ എന്ന് പറയുന്നത് ഇൻഡക്റ്റീവ് റിയാക്ടൻസ്, എക്സ് സി എന്ന് പറയുന്നത് കപ്പാസിറ്റി റിയാക്ടൻസ്. അതിന്റെ ഡിഫറൻസ് ആയിരിക്കും എതിർവശം എന്ന് പറയുന്നത്. എതിർവശം ബൈ സമീപവശം. സമീപവശം എന്ന് പറയുന്നത് ആർ ആയിട്ട് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. ടാൻ ഫൈ ഈക്വൽ ഒമേഗ എൽ മൈനസ് 1 ബൈ ഒമേഗ സി ബൈ ആർ എന്ന് പറഞ്ഞ് നമുക്ക് അതിന്റെ പേസ് ഡിഫറൻസ് എടുക്കാം. റിസൾട്ടന്റ് വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള പേസ് ഡിഫറൻസ് ഫൈ എന്ന് പറഞ്ഞിരിക്കുന്നതാണ്. ഇവിടെ ഈ ഫിഗറിനകത്ത് ഞാൻ പറഞ്ഞു വി എൽ ഗ്രേറ്റർ ആയതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ കറണ്ട് അവിടെ ലീഡിംഗ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. റിസൾട്ടന്റ് ഇ എം എഫ് കറണ്ടിനേക്കാൾ ലീഡിംഗ് ആയിട്ട് വന്നിരിക്കുന്നത്. തിരിച്ചായിരുന്നെങ്കിൽ വി സി ആയിരുന്നെങ്കിൽ നേരെ തിരിച്ചു വരുമായിരുന്നു. അതായത് ഇപ്പൊ അവിടെ കറണ്ട് ലീഡ് ചെയ്യുമായിരുന്നു, താഴേക്ക് വരക്കേണ്ടി വരുമായിരുന്നു. ഇ എം എഫ് എന്ന് പറയുന്നത് താഴേക്ക് വരയ്ക്കണമായിരുന്നു. ഇപ്പൊ രണ്ട് കേസും ഇവിടെ പോസിബിൾ ആണ്. അപ്പൊ അതുകൊണ്ട് ജനറൽ ആയിട്ട് നമ്മൾ പറയുമ്പോൾ ഇവിടെ ഇൻസ്റ്റന്റേനിയസ് കറണ്ട് എന്ന് പറയുന്നത് ഐ ഈസ് ഈക്വൽ ടു I0 സൈൻ ഒമേഗ ടി പ്ലസ് ഓർ മൈനസ് ഫൈ എന്ന് നമുക്ക് എഴുതാം. ഐ ഈസ് ഈക്വൽ ടു ഐ എന്ന് പറയുന്നത് ഇൻസ്റ്റന്റേനിയസ് കറണ്ട് ആണ്. I0 സൈൻ ഒമേഗ ടി പ്ലസ് ഓർ മൈനസ് ഫൈവ്. ഇപ്പൊ ഇവിടെ ഈ കേസിനകത്ത് മൈനസ് ഫൈവ് എന്നാണ് നമ്മൾ എഴുതുക. കാരണം ഇവിടെ കറണ്ട് പുറകിലാണ്. മൈനസ് ഫൈവ് എന്ന് പറയുന്നത് പേസ് കുറവായതുകൊണ്ട് ഇവിടെ കറണ്ടിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് I0 സൈൻ ഒമേഗ ടി മൈനസ് ഫൈവ് എന്ന് നമ്മൾ എഴുതുന്നു. അപ്പൊ അതാണ് ഇൻസ്റ്റന്റേനിയസ് കറണ്ടിന്റെ ഇക്വേഷൻ. ഇപ്പൊ ഇവിടെ ഒരു ട്രയാങ്കിൾ കൊടുത്തിരിക്കുന്ന ശ്രദ്ധിക്കുക. അപ്പൊ അതിനെ നമ്മൾ ഇംപിഡൻസ് ട്രയാങ്കിൾ എന്നാണ് വിളിക്കുന്നത്. ഇപ്പൊ ഇംപിഡൻസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ആ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസിന്റെ 3 സൈഡുകൾ. അപ്പൊ അതിന്റെ ഹൈപ്പോട്ടനീസ് എന്ന് പറയുന്നത് ഇംപിഡൻസ്, ടോട്ടൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ്. ഇംപിഡൻസ് ആയിട്ട് ഹൈപ്പോട്ടനീസ് റെപ്രസെന്റ് ചെയ്യുന്നു. അതുപോലെ ആർ എന്ന് പറയുന്നത് ഓമിക് റെസിസ്റ്റൻസ് ഒരു സൈഡ്. മറ്റേ സൈഡ് എന്ന് പറയുന്നത് സം ഓഫ് റിയാക്ടൻസ് ആണ്. അതായത് എക്സ് എൽ മൈനസ് എക്സ് സി എന്ന് പറയുന്നത് സം ഓഫ് റിയാക്ടൻസ്. ഫൈ എന്ന് പറഞ്ഞിരിക്കുന്നത് പേസ് ഡിഫറൻസ്. ഇതേ രീതിയിൽ നമ്മൾ കാണിക്കുന്ന ട്രയാങ്കിളിനെയാണ് നമ്മൾ ഇംപിഡൻസ് ട്രയാങ്കിൾ എന്ന് വിളിക്കുകയും ചെയ്യുന്നത്. അപ്പൊ ഇംപിഡൻസ് ട്രയാങ്കിൾ കൂടെ അവിടെ കാണിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് ടാൻ ഫൈ എന്ന് പറയുന്നത്. ടാൻ ഫൈ ഈസ് ഈക്വൽ ടു എക്സ് എൽ മൈനസ് എക്സ് സി ബൈ ആർ. ഓർ എക്സ് എല്ലിന്റെ വാല്യൂസ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഒമേഗ എൽ മൈനസ് 1 ബൈ ഒമേഗ സി ബൈ ആർ എന്ന് എഴുതുക. ഇനി 2-3 കേസ്, സ്പെഷ്യൽ കേസ് നോക്കുക. അപ്പൊ ആദ്യത്തെ കേസ് എന്ന് പറഞ്ഞാൽ എക്സ് എൽ ഗ്രേറ്റർ ദാൻ എക്സ് സി ആണ്. എക്സ് എൽ ഗ്രേറ്റർ ദാൻ എക്സ് സി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വി എൽ ഗ്രേറ്റർ ദാൻ വി സി ആണെങ്കിൽ എക്സ് എൽ ഗ്രേറ്റർ ദാൻ എക്സ് സി വരുള്ളൂ. അതായത് ഒമേഗ എൽ വിൽ ബി ഗ്രേറ്റർ ദാൻ 1 ബൈ ഒമേഗ സി ആണെങ്കിൽ ടാൻ ഫൈ എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. നമ്മൾ ആ ഫിഗർ കണ്ട പോലെ തന്നെയാണ്. ഓർ ഫൈ പോസിറ്റീവ് ആയിരിക്കും.
current lags behind EMF by phase angle phi, and LCR circuit is a inductance dominated circuit. അപ്പോൾ അവിടെ ഇൻഡക്ടൻസ് നോൺ ഡോമിനേറ്റഡ് ആയിട്ട് വരിക. അപ്പോൾ അതുകൊണ്ട് കറണ്ടിന്റെ ഇക്വേഷൻ നമ്മൾ എഴുതുമ്പോൾ I0 sin omega t മൈനസ് ഫൈ എന്ന് എഴുതുന്നു. തിരിച്ചാണെങ്കിൽ XL ലെസ് ദാൻ XC ആണെങ്കിൽ ഒമേഗ വിൽ ബി ലെസ് ദാൻ 1 by omega c ആയിരിക്കും. ഇപ്പോൾ ടാൻ ഫൈയുടെ വാല്യൂ നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ കറണ്ട് ലീഡ്സ് ദ EMF ബൈ ഫേസ് ആംഗിൾ ഫൈ ആണ്. ആൻഡ് LCR സർക്യൂട്ട് ഈസ് കപ്പാസിറ്റൻസ് ഡോമിനേറ്റഡ് ആണ്. അപ്പോൾ ആ കേസിനകത്ത് ഇൻസ്റ്റന്റേനിയസ് കറണ്ടിന്റെ വാല്യൂ നമ്മൾ എഴുതിയാൽ I0 sin omega t പ്ലസ് ഫൈ എന്നായിരിക്കും ഇൻസ്റ്റന്റേനിയസ് കറണ്ടിന്റെ വാല്യൂ വരിക. ഇനി വേറൊരു കേസ് രണ്ടിന്റെയും വാല്യൂ തുല്യമാണ്, അതായത് ഇൻഡക്റ്റീവ് റിയാക്ടൻസും കപ്പാസിറ്റീവ് റിയാക്ടൻസിന്റെയും വാല്യൂ തുല്യമാണെന്ന് പറഞ്ഞാൽ VL ഉം VC യും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്, ക്യാൻസൽ ചെയ്ത് പോയി. പിന്നെ അവിടെ അവശേഷിക്കുന്നത് എന്താ ഉള്ളൂ, VR എന്ന് പറയുന്ന റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ട്രാൻസ്ഫേർഡ് വാല്യൂ ഇപ്പോൾ ആ കേസിനകത്ത് 0 വരുന്നു. അതായത് കറണ്ട് ആൻഡ് EMF ആർ ഇൻ സെയിം പേസ്. ദ ഇംപെഡൻസ് ഡസ് നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ ദ ഫ്രീക്വൻസി ഓഫ് ദ അപ്ലൈഡ് EMF ഓഫ് ദ LCR സർക്യൂട്ട് ബിഹേവ്സ് ലൈക്ക് എ പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ട്. ഇപ്പോൾ ഈ കേസിനകത്ത് ഇതൊരു പ്രത്യേക കേസാണ്. ഇൻഡക്റ്റീവ് റിയാക്ടൻസും കപ്പാസിറ്റീവ് റിയാക്ടൻസും തുല്യമായിട്ട് വന്നു കഴിഞ്ഞാൽ അതൊരു പ്യുവർ റെസിസ്റ്റർ ആയിട്ട് ആക്ട് ചെയ്യും. അതായത് അതിന്റെ ഇംപെഡൻസ് എന്ന് പറയുന്നത് ഏറ്റവും മിനിമം ആയിട്ട് വരുന്നു. അതൊരു പ്രത്യേക കണ്ടീഷനാണ്. അതിനെയാണ് നമ്മൾ റെസൊണൻസ് എന്ന് പറയുന്നത്. അപ്പോൾ റെസൊണൻസ് എന്ന് പറയുന്നത്. ഇപ്പം ഇത് നമ്മൾ പേസർ ഡയഗ്രം വെച്ചിട്ടാണ് നമ്മൾ ഇതിന്റെ ഒരു സൊല്യൂഷൻ നമ്മൾ പറഞ്ഞത്. ഇനി മാത്തമാറ്റിക്കലി ആയിട്ട് നമുക്ക് അനലിറ്റിക്കൽ സൊല്യൂഷൻ വഴി ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ ഒരു ഇക്വേഷൻ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. NCERT-ക്കകത്ത് അത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വോൾട്ടേജിന്റെ ഇക്വേഷൻ നമുക്ക് ഇതേ രീതിയിൽ എഴുതാനായിട്ട് സാധിക്കും. L/di/dt എന്ന് പറയുന്നത് VL ആണ്, വോൾട്ടേജ് അക്രോസ് ഇൻഡക്ടർ. I/R എന്ന് പറയുന്നത് VR ആണ്, വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റർ. Q/C എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് പ്ലേറ്റ് ഓഫ് ദ കപ്പാസിറ്റർ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു VM sin omega t. VM എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള ഇൻസ്റ്റന്റേനിയസ് ആയിട്ടുള്ള EMF ആണ്. അപ്പോൾ അതിൽ I എന്ന് പറയുന്നത് dQ/dt ആണ്. di/dt എന്ന് പറയുന്നത് ഒന്നുകൂടെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാം, d²Q/dt² എന്ന് എഴുതാം. അപ്പോൾ ആ വാല്യൂസ് നമ്മൾ ഈ ഇക്വേഷനിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. L/di/dt പ്ലസ് R/I പ്ലസ് Q/C. അതിലേക്ക് നമ്മൾ di/dt-യുടെയും I-യുടെയും വാല്യൂസ് നമ്മൾ ചാർജിന്റെ ടേബിളിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ L/d²Q/dt² പ്ലസ് R/dQ/dt പ്ലസ് Q/C ഇസ് ഈക്വൽ ടു VM sin omega t എന്ന് എഴുതാം. ഇതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്, സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിന്റെ സൊല്യൂഷൻ ആയിട്ട് നമ്മൾ QM sin omega t പ്ലസ് ഫൈ ആയിട്ട് നമ്മൾ അതിന്റെ ഇക്വേഷൻ നമ്മൾ എടുക്കുക, നമ്മൾ അസ്യൂം ചെയ്യുക. സോ ദാറ്റ് dQ/dt is equal to QM omega cos omega t പ്ലസ് ഫൈ or d²Q/dt² രണ്ട് പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യുക, മൈനസ് QM omega square sin omega t പ്ലസ് ഫൈ. ഈ വാല്യൂസ് നമ്മൾ നേരെ മുകളിലത്തെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇത് മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള സൊല്യൂഷൻ മാത്രമാണ്, പറയുന്നില്ല. അപ്പോൾ അതങ്ങനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ QM omega into R cos omega t plus phi plus XC minus XL sin omega t plus phi is equal to VM sin omega t എന്ന് നമുക്ക് കിട്ടുന്നു. വേർ വി ഹാവ് യൂസ്ഡ്. അപ്പോൾ അതിനകത്ത് XC എന്ന് പറയുന്നത് 1 by omega c ആയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്, XL എന്ന് പറയുന്നത് omega L ആയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. മൾട്ടിപ്ലൈ ആൻഡ് ഡിവൈഡ് ദി ഇക്വേഷൻ ബൈ Z. ഈ ഇക്വേഷനെ നമ്മൾ Z കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും ഡിവൈഡ് ചെയ്യുകയും ചെയ്യുന്നു. Z is equal to √of R² plus XC minus XL all square എന്ന് പറയുന്നതാണ് ഇംപെഡൻസിന്റെ ഇക്വേഷൻ. അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും ഡിവൈഡ് ചെയ്യുകയും ചെയ്യുമ്പോൾ താഴത്തെ ഇക്വേഷൻ നമുക്ക് കിട്ടുന്നു. QM Z into R by Z കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ ഡിവൈഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. cos omega t പ്ലസ് തീറ്റ പ്ലസ് XC മൈനസ് XL by Z into sin omega t പ്ലസ് തീറ്റ is equal to VM sin omega t എന്ന് എഴുതാം. ഇനി നമ്മൾ R by Z നെ cos phi എന്നും XC മൈനസ് XL by Z നെ sin phi എന്നും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈ മുകളിലത്തെ ഇക്വേഷനിലേക്ക് ഇതേപോലെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. R by Z പകരം cos phi യും XL മൈനസ് XC by Z പകരം sin phi എന്നും കൊടുത്താൽ ഇക്വേഷൻ എന്ന് പറയുന്നത് phi, അതായത് phi is equal to tan inverse XC minus XL by R. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്ന QM omega Z cos omega t plus phi minus plus theta minus phi is equal to VM sin omega t എന്ന് കിട്ടും. ഇത് കമ്പയർ ചെയ്യാൻ VM is equal to QM omega Z is equal to IM Z എന്ന് പറഞ്ഞ് കിട്ടും. എന്ന് പറഞ്ഞാൽ IM is equal to QM omega and theta minus phi is equal to minus pi by 2 or theta is equal to minus pi by 2 plus phi എന്ന് പറഞ്ഞ് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. Therefore current in the circuit is I is equal to dQ/dt is equal to QM omega cos omega t plus phi എന്നും അതായത് IM cos omega t plus theta എന്ന് നമുക്ക് എഴുതാം. I is equal to IM sin omega t plus phi. Where IM is equal to VM by Z, അതായത് VM into √R² plus XC minus XL all square എന്ന് എഴുതാം. അതുപോലെ phi is equal to tan inverse XC minus XL by R എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് നമ്മൾ മാത്തമാറ്റിക്കലി ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്ത് നമുക്ക് ഇതേ രീതിയിൽ ഒബ്റ്റെയിൻ ചെയ്യാം എന്ന് ചുരുക്കം. ഇതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഓരോ സർക്യൂട്ടിലാണ്
ഇപ്പോൾ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന റെസിസ്റ്ററാണ്. റെസിസ്റ്ററിലൂടെ പേസർ റൊട്ടേറ്റ് ചെയ്യുന്നത് ശ്രദ്ധിക്കുക, രണ്ടും ഒരേ ആംഗിളാണ്. അപ്പോൾ അവിടെ വോൾട്ടേജും കറണ്ടും ഒരേ പോലെ തന്നെ മാക്സിമത്തിലും മിനിമത്തിലും വരുന്നു. അടുത്തൊരു ഇൻഡക്ടറാണ്. ഇൻഡക്ടറിൽ ഇതുപോലെ പേസർ ഡയഗ്രാം ശ്രദ്ധിക്കുക, ഉണ്ടോ, 90 ഡിഗ്രിയാണ്. അത് റൊട്ടേറ്റ് ചെയ്യുമ്പോഴും 90 ഡിഗ്രി തന്നെയാണ്. കപ്പാസിറ്റർ ചേഞ്ച് ചെയ്ത് കൊടുക്കും. കപ്പാസിറ്ററിനകത്ത് റൊട്ടേറ്റ് ചെയ്യുന്നു, അപ്പോൾ കറണ്ട് ലീഡ് ചെയ്ത് പോകുന്നു എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതേ രീതിയിൽ പേസർ റൊട്ടേറ്റ് ചെയ്യുന്നു, അതിനനുസരിച്ചുള്ള സൈൻ കർവും അവിടെ കാണിച്ചിരിക്കുന്നു. ഇപ്പോൾ LCR ഇൻഡക്ടർ, റെസിസ്റ്റർ, കപ്പാസിറ്റർ ഉണ്ടെങ്കിൽ 3 അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജുകൾ ഇതേ രീതിയിൽ റൊട്ടേറ്റ് ചെയ്യുന്നു, പേസർ റൊട്ടേറ്റ് ചെയ്യുന്നു ശ്രദ്ധിക്കുക. അതിൻ്റെ ഡയഗ്രവും ശ്രദ്ധിക്കുക. അപ്പോൾ ഫ്രീക്വൻസി ഒക്കെ മാറ്റുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ ഷേപ്പുകളും മാറുന്നത് ശ്രദ്ധിക്കുക. ഗ്രാഫിൻ്റെ സൈൻ കർവിൻ്റെ ഗ്രാഫുകളും മാറുന്നത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് LCR സർക്യൂട്ട് അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ AC ടു ഡിഫറെന്റ് സർക്യൂട്ട് എലമെന്റ്സ്, ഇപ്പോൾ ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് കണ്ടത്. AC-യുടെ RMS വാല്യൂ എടുക്കാനുള്ള സാഹചര്യം, RMS വാല്യൂ കണ്ടുപിടിക്കണം. അതുപോലെ അതിൻ്റെ ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള റെസിസ്റ്ററിലൂടെയും കപ്പാസിറ്ററിലൂടെയും ഇൻഡക്ടറിലൂടെയും AC കടത്തി വിട്ടാൽ ഉണ്ടാകുന്ന പേസ് ഡിഫറൻസുകൾ, പിന്നെ അതിന്റെ സീരീസ് കോമ്പിനേഷൻസ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കണ്ടത്. ഈ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരുന്ന നിങ്ങൾക്ക് നന്ദി. ഹാവ് എ നൈസ് ഡേ.